നമസ്കാരം. ജാതി മത വർണ്ണങ്ങളുടെ വിവേചന വിചാരങ്ങളിൽ നിന്നും മനുഷ്യനെ സംസ്കരിച്ചെടുക്കേണ്ട കലാരംഗത്താണ് കറുപ്പിന്റെ പേരിൽ മോഹിനിയാട്ടം കലാകാരൻ ഡോക്ടർ R.V. രാമകൃഷ്ണന് അധിക്ഷേപം നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതും തലമൂത്ത ഒരു നൃത്ത കലാകാരിയിൽ നിന്ന്. ആട്ടത്തിന്റെ അഴകും വടിവും മിഴിവുമൊക്കെ വെളുത്ത നിറത്തിലും അതിൽ മാത്രം സൗന്ദര്യം കാണുന്ന സവർണ തിമിരത്തിന്റെ അന്ധതയിലാണോ കലാമണ്ഡലം സത്യഭാമയുടെ ഈ ആക്രോശങ്ങൾ? മോഹിനി ആയിരിക്കണം ഇപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരെന്നാണ് എന്റെ അഭിപ്രായത്തില്. മോഹിനിയാട്ടം ഒന്നും ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. നവോത്ഥാന മൂല്യബോധത്തിൽ ഊറ്റം കൊള്ളുന്ന നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ജാതിബോധത്തിന്റെ ഈർച്ചവാൾ പ്രയോഗം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അറിവില്ലായ്മയായാലും അഹംഭാവമായാലും വേദിയിൽ ആടുന്നവനെ നിറത്തിന്റെ പേരിൽ അടിയാളനായി കാണുന്ന മനോനില തിരുത്തപ്പെടേണ്ടതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് സംസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നർത്തകിയും നൃത്ത അധ്യാപികയുമായ ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ജൂനിയർ, ചലച്ചിത്ര പ്രവർത്തക ശ്രീമതി ഭാഗ്യലക്ഷ്മി, ദലിത് ആക്ടിവിസ്റ്റ് ശ്രീമതി ധന്യാരാമൻ, നർത്തകിയായ ശ്രീമതി മൻസിയ VP എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീമതി കലാമണ്ഡലം സത്യഭാമ ജൂനിയർ, താങ്കൾ ഇന്ന് നടത്തിയ പരാമർശങ്ങൾ അത് R.L.V. രാമകൃഷ്ണനെ കുറിച്ചായിരുന്നില്ല എന്ന് പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത് കേട്ടു. ശരി, അങ്ങനെയാണെങ്കിൽ അത് R.L.V.യെ കുറിച്ചല്ല എന്ന് വിചാരിക്കാം. പക്ഷെ അപ്പോഴും മോഹിനിയാട്ടം ആടുന്ന ആൺകുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ, അവർക്ക് കറുപ്പ് ഒരു വലിയ പോരായ്മയാണെന്നും അവർ മോഹിനിയാട്ടം ആടുമ്പോൾ കാല് കവച്ചു വെച്ച് നൃത്തം ചെയ്യുന്നതിന് ഭംഗിയില്ല എന്നും മോഹിനിയാണ് മോഹിനിയാട്ടം ആടേണ്ടത് എന്നുമൊക്കെ പറയുന്നത് വിവേചനം തന്നെയല്ലേ ശ്രീമതി കലാമണ്ഡലം സത്യഭാമ? അതിനെങ്ങനെയാണ് കേരളം പോലൊരു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുക? ഗോപികൃഷ്ണൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് എന്താ, ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിൽ തന്നെ, അതായത് R.L.V. രാമകൃഷ്ണനെ സത്യഭാമ ടീച്ചർ തേജോവധം ചെയ്തു, മോഹിനിയാട്ടത്തിന് കറുത്ത നിറന്ന് പറഞ്ഞു, അത് ഇതെന്നൊക്കെ. അത് തന്നെ തെറ്റല്ലേ? ഞാൻ ഈ രാമകൃഷ്ണൻ്റെ പേരോ അയാളുടെ ജാതിയോ മതമോ വലുതും പറഞ്ഞാൽ, ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ 45 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. എൻ്റെ അടുത്ത് ഒരു ചാനലുകാരൻ അയാൾ ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ച് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ മോഹിനിയാട്ടത്തിനെ കുറിച്ച്, ആൺകുട്ടികൾ കളിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് എന്താ സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല തന്നെ, അതിനെനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമല്ലേ അത് ഞാൻ പറയണത്. പുരുഷവേഷത്തിൽ ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കുന്ന എന്തിനാന്ന് ഒരു കാലത്ത് ഗോപികൃഷ്ണൻ അറിയാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബോബി കൃഷ്ണൻ, അതേപോലെ പല പയ്യന്മാരും സ്കൂൾ തലങ്ങളിലും യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ പെണ്ണുവേഷം കെട്ടി കളിച്ചിട്ടുള്ളത്. അതെന്തിനായിരുന്നു പെണ്ണുവേഷം കെട്ടി കളിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ആ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട് ആ മോഹിനിയാട്ടത്തിൽ. അത് തന്നെ. അപ്പോൾ ആണുങ്ങൾ കളിക്കുന്നത്, ഇവർ അരയ്ക്കുന്ന കിഴിപ്പിട്ട് ഡ്രസ്സുള്ളൂ, ഇവർക്ക് മുകളിലോട്ട് ഡ്രസ്സില്ല. അപ്പോൾ അവർ കളിച്ചോട്ടെ, ഈ കളിച്ച് ആസ്വദിക്കുന്നവർ, നിങ്ങളെ പോലുള്ളവർ എല്ലാവരും ആസ്വദിച്ചോട്ടെ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിനോട് താല്പര്യമില്ല, ഇഷ്ടമല്ല. അതുകൊണ്ട് രാമകൃഷ്ണൻ്റെ പേരോ രാമകൃഷ്ണനാണോ R.L.V. ആണോ എന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല, ആരോ ആയിക്കോട്ടെ. പിന്നെ എല്ലാവരും കൂടെ ചാനലുകാരൊക്കെ വന്നിട്ട്, നിങ്ങളുടെ ചാനലിൽ, എല്ലാ ചാനലിൽ നിന്ന് രാവിലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞ് കുറ്റപ്പെടുത്തി എന്നെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ചാനലുകാർ ഇത്ര അധികം പ്രശ്നക്കാരാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത്ര അധികം തേജോവധം ചെയ്തു അവരെന്നെ വീട്ടിൽ വന്ന്. എൻ്റെ അമ്മയ്ക്ക് വരെ പറഞ്ഞു. അപ്പോൾ അത് ചാനലുകാർക്ക് ചെയ്യാവുന്നതാണോ? അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലുകാരെ മുമ്പിൽ വരുന്നത്. നമ്മൾ വലിയ ആളൊന്നുമല്ല, നമ്മളിത് TV-യിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കണം. അത് നിങ്ങൾ 24 ഉണ്ടോ, അവരുണ്ടോ ഇവരുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞില്ല. എന്നോട് ചോദിച്ച ആൾ, അത് ഞാൻ ചോദിച്ചു, അവരുടെ കയ്യിലിരിക്കണ മൈക്ക് ഞാൻ കണ്ടു. റിപ്പോർട്ടർ ചാനലിലെ ഒരു പയ്യനോട് ചോദിക്കണം, നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോ? എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞ 66 വയസ്സായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഒരു യൂട്യൂബ് പ്രൈവറ്റ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായമല്ലേ ഗോപികൃഷ്ണൻ? അത് ഞാൻ വല്ലവരെ പേര് പറഞ്ഞാൽ ഇയാൾ രാമകൃഷ്ണനോ അല്ലെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതെന്തിനാ നിങ്ങളിങ്ങനെ വളച്ചൊടിക്കണ എന്തിനാ മാധ്യമ പ്രവർത്തകരെ? ശരി, സത്യഭാമ ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ടീച്ചറോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും
ഞാൻ അതിനോട് ഓരം ചേർന്ന് നിൽക്കുന്നില്ല. ഇപ്പോൾ താങ്കളെ പോലെ ഒരു മുതിർന്ന നർത്തകിയെ, കലാകാരിയെ, അധ്യാപികയെ അല്ല ഒരാളെയും അങ്ങനെ അപമാനിക്കുക എന്നത് ആരുടെയും ഉദ്ദേശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ടീച്ചർ, എനിക്ക് ഈ ചർച്ചയിൽ ടീച്ചർ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് പറഞ്ഞതുകൊണ്ട് സത്യഭാമ ടീച്ചറിൽ നിന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അങ്ങനെ താങ്കൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാലകത്തി വെച്ച് കളിക്കേണ്ട കലാരൂപമാണ് മോഹിനിയാട്ടം. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുന്ന അത്രയും അരോചകമായിട്ട് ഒന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒക്കെ ആൺപിള്ളേർ കളിക്കണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാകണം. ആൺപിള്ളേരിലും നല്ല സൗന്ദര്യമുള്ളവരുണ്ട്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല. ഇത് വളച്ചൊടിക്കലില്ലല്ലോ സത്യഭാമ ടീച്ചർ, ഇങ്ങനെയല്ലേ ടീച്ചർ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണ്, ആരെ മനസ്സിൽ വെച്ചാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ അങ്ങനെ ശരി, ആരുദ്ദേശിച്ചാണെന്നുള്ളത് ഗോപികൃഷ്ണൻ അങ്ങോട്ട് തീരുമാനിക്കേണ്ട. ഞാൻ വല്ലവരും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പൊതു അഭിപ്രായം പറഞ്ഞു. അല്ല, ഇവനെ കണ്ടു കഴിഞ്ഞാൽ സത്യഭാമ ടീച്ചർ പറയുന്നുണ്ട് ആരെ കണ്ടു കഴിഞ്ഞാൽ എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായിക്കോട്ടെ, കാല് നിങ്ങളൊരു കാര്യമുണ്ട്, കാല് കവച്ചു വെക്കാന്ന് പറഞ്ഞാൽ കാലകത്തി വെക്കാന്നാണ് അർത്ഥം. ഞാൻ തൃശ്ശൂർ എന്ന എൻ്റെ സ്ഥലം. അപ്പം ഞാൻ ഇനി കാല് കവച്ചു വെക്കുന്ന ഒരു ഭാഷ തൃശ്ശൂർ പറയുന്നതാണ്. അല്ല, ഇവിടെ കാലിങ്ങനെ അകത്തി വെക്കാന്നാണോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാല് കവച്ചു വെച്ചിട്ട് ഇരിക്കുന്നതാണ് മോഹിനിയാട്ടത്തിലെ അരമണ്ഡലം. ഭരതനാട്യത്തിൻ്റെ അരമണ്ഡലം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന എനിക്ക് അറിഞ്ഞൂടാ, അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ കാല് കുറച്ച് കവച്ചു വെച്ച് അകത്തി വെച്ച് കളിക്കുന്ന ഒരു നൃത്തം ഒരു പുരുഷൻ ചെയ്യുന്നത് എനിക്ക് അരോചകമായിട്ട് തോന്നാറുണ്ട്. സത്യഭാമ ടീച്ചർക്ക് അങ്ങനെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അരോചകമാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് അതിൽ തർക്കമില്ല സത്യഭാമ ടീച്ചർ. പക്ഷെ ഞാൻ സംശയിച്ചത് ഇവിടെയാണ്. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എന്ന് പറയുന്നുണ്ട്. ആരെ കണ്ടു കഴിഞ്ഞാൽ ആണ് ടീച്ചർ ഈ പറയുന്നത്? പിന്നെ എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടമൊക്കെ ആൺപിള്ളേർ കളിക്കണമെങ്കിൽ അവർക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകണം. അപ്പോൾ സൗന്ദര്യം എന്നതുകൊണ്ട് എന്റെ സത്യഭാമ ടീച്ചർ ഉദ്ദേശിക്കുന്നത് എന്താണ് സൗന്ദര്യം? എന്താണ് താങ്കൾ സൗന്ദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിറമാണോ, അതോ ആകാര വടിവാണോ, അതോ മുഖത്തിന്റെ ഏതെങ്കിലും പ്രത്യേക ഷേപ്പാണോ? അല്ല, ഷെയ്പ്പ് പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് ഷെയ്പ്പ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് വളരെ കുറവല്ലേ. പെൺകുട്ടികൾക്കല്ലേ ഷെയ്പ്പ് നോക്കുള്ളൂ. അതല്ല, കോട്ടയ്ക്കൽ നേരത്തെ പറഞ്ഞുകൊണ്ട് വരുന്നിടത്തേക്ക് ഞാൻ വരാം. കോട്ടയ്ക്കൽ ശിവരാമൻ ഒരു പുരുഷനാണ്, മാർഗി വിജയകുമാർ ഒരു പുരുഷനാണ്, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം അറിയാവുന്നവർ 3 പേരെ ഞാൻ കുറേ പേരുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവരെല്ലാവരും കഥകളി വേഷം ചെയ്യുന്നു. കഥകളിയിൽ പുരുഷവേഷത്തിൻ്റെ കൂടെ സ്ത്രീവേഷം കെട്ടുന്നതാണ് ഇവർ നല്ല അസലായിട്ട് സ്ത്രീവേഷം അങ്ങോട്ട് കെട്ടിയിട്ട് സ്റ്റേജിലോട്ട് വരികയാണ്. അപ്പോൾ അവരൊക്കെ എന്തിനാ അങ്ങനെ വേഷം കെട്ടി കളിക്കുന്നത്? അവർ പെണ്ണിൻ്റെ വേഷം ഇല്ലാതെ ആണുങ്ങളെ വേഷം തന്നെ ഇട്ട് കളിച്ചൂടെ? അങ്ങനെ കളിക്കുന്നത് എന്തിനാ? അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീത്വം എന്നുള്ളത് നിർബന്ധമായിട്ട് മോഹിനിയാട്ടത്തിന് വേണ്ടതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ സൗന്ദര്യമുള്ള ആൺപിള്ളേർ കളിച്ചാൽ ഓക്കെ എന്ന് പറയുമ്പോൾ സൗന്ദര്യം എന്നതുകൊണ്ട് സത്യഭാമ ടീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, സൗന്ദര്യമുള്ളവര് ഒരു കൃഷ്ണകുമാർ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മെയിലാണ്, പുള്ളിക്ക് നല്ല സൗന്ദര്യമാണ്. ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാണ്. ആ പയ്യൻ വന്നിട്ട് അസലായിട്ട് സ്ത്രീവേഷം കെട്ടിക്കളിക്കുകയാണ്. അപ്പൊ സൗന്ദര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യഭാമ ടീച്ചർ ഈ RLV രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം സത്യഭാമ ടീച്ചർ കണ്ടിട്ടുണ്ടോ? സൗന്ദര്യം കണ്ടിട്ടുണ്ട്. സൗന്ദര്യമുണ്ടോ ടീച്ചർ RLVക്ക്? ഞാൻ തന്നെ വൈലോപ്പള്ളിയിൽ അവിടെ അല്ല കേക്കു ഞാൻ വൈലോപ്പള്ളിയിൽ പിന്നെ കമ്മിറ്റിയിലിരിക്കുന്ന സമയത്ത് ഞാൻ അയാൾക്ക് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ടല്ലോ. ചോദിച്ചു നോക്കൂ നിങ്ങൾ. അത് ശരി, അതല്ല ഞാൻ ചോദിക്കുന്നത്. ടീച്ചറുടെ ഒരു സൗന്ദര്യ സങ്കല്പത്തിൽ RLV രാമകൃഷ്ണൻ മോഹിനിയാട്ടം കളിക്കുന്നതിൽ എന്തെങ്കിലും അപാകത ടീച്ചർ കാണുന്നുണ്ടോ? ആ പ്രോഗ്രാം ഞാൻ അല്ല അപാകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ കളിക്കുന്നത് ഇപ്പൊ ആണും പെണ്ണും കളിക്കുന്നതൊക്കെ ഒരുപോലെ ആയിരിക്കും. അതിനൊന്നും ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വേഷവിധാനമാണ് ഒരു സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടത്തിലെ ലാസ്യം, ലയം, വശ്യത, ഇത് 3 ഓൾറെഡി ഉണ്ടായേ പറ്റും. അല്ല ടീച്ചർ, പക്ഷെ അങ്ങനെയല്ലല്ലോ ടീച്ചർ പറഞ്ഞത്. കാക്കയുടെ നിറം എന്നാണല്ലോ ടീച്ചർ പറഞ്ഞത്.
സത്യഭാമ ടീച്ചർ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ലല്ലോ. ഇപ്പോ അതിന്റെ അഴകിനെ കുറിച്ചോ ഒന്നുമല്ലല്ലോ. കാക്കയുടെ നിറം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിറമാണല്ലോ ഒരു പ്രധാനപ്പെട്ട ടീച്ചറുടെ പ്രശ്നം. അല്ല ശരി, കാക്ക എന്താ നിസാരപ്പെട്ട സാധനമാണോ? അല്ല, ഞങ്ങൾക്കല്ല. ടീച്ചർ കാക്കയുടെ നിറം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചു. ബലിയിടുമ്പോ കാക്കയുടെ ആവശ്യമുണ്ടോ? കാക്കയുടെ നിറം എന്ന് പറഞ്ഞാൽ നമ്മൾ കറുത്ത നിറത്തിന് കാക്കയുടെ നിറം എന്ന് പറയില്ലേ? അങ്ങനെ പറഞ്ഞു. അല്ലാണ്ട് ഞാൻ ഒരു വ്യക്തിനെ പറഞ്ഞോ ഗോപികൃഷ്ണൻ? അത് പറ. ഒരു വ്യക്തിയുടെ പേരെടുത്തോ ഏതെങ്കിലും ഒരു കവലയിൽ നിന്ന് പ്രസംഗം നടത്തുകയും ചെയ്താ രാമകൃഷ്ണന്റെ വീടിന്റെ മുമ്പിൽ ടീച്ചർ എവിടെ പറഞ്ഞു? അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിച്ചോ, അല്ലെങ്കിൽ എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൂടെ എന്നൊക്കെ ടീച്ചർക്ക് ചോദിക്കാം. പക്ഷേ സത്യഭാമ ടീച്ചർ, താങ്കൾ വഹിക്കുന്ന ഒരു സ്ഥാനമുണ്ട് ഈ സമൂഹത്തിൽ. താങ്കളിൽ നിന്ന് കേരളം പോലൊരു സാംസ്കാരിക ബോധമുള്ള ഒരു സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സത്യമായിട്ടും സത്യഭാമ ടീച്ചർ, താങ്കൾ ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു നാണം കെടുത്തുന്നത് എന്ന് ഞാൻ പറയുകയാണ്. താങ്കൾ ക്ഷമിക്കണം. കാരണം ഇത് കാക്കയുടെ നിറമാണ്. ഇയാളുടെ ഡാൻസ് കണ്ടാൽ പെറ്റതള്ള പോലും സഹിക്കില്ല. RLV രാമകൃഷ്ണന്റെ പേര് പറഞ്ഞില്ല എന്നത് ശരിയാണ്. പക്ഷേ ഞാൻ അതാണ് ചോദിച്ചത്. ടീച്ചർ RLV രാമകൃഷ്ണന്റെ ഈ നൃത്തത്തെ ടീച്ചർ നന്നായി ആസ്വദിച്ചിട്ടുണ്ടോ? അതിൽ സൗന്ദര്യം ടീച്ചറിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കളിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ഞാൻ തന്നെയാണ് പ്രോഗ്രാം കൊടുത്തത്. അയാൾ വന്ന് കളിച്ചതല്ല. ഞാൻ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ പരിപാടി കൊടുത്തിട്ടുണ്ട്. ഇത് SOR ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ രാമകൃഷ്ണനെ പറഞ്ഞിട്ടില്ലല്ലോ. കാക്കേരെ നിറന്നോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ മാധ്യമപ്രവർത്തകരായാലും അല്ലാതെ ഈ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ അങ്ങ് തേജോവധം ചെയ്ത് എന്നെ പറയുന്നത് എനിക്ക് അതിൽ വിരോധമല്ലേ? പറഞ്ഞോട്ടെ. ഞാനൊരു മുതിർന്ന ടീച്ചർ ഇപ്പോഴും കരുതുന്നത് മാധ്യമങ്ങൾ ടീച്ചറിനെ തേജോവധം ചെയ്യുന്നു എന്നാണോ? കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് സത്യഭാമ ടീച്ചറിനെ പോലൊരാൾ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നതിന്റെ സാങ്കത്യം ഞങ്ങൾ ചോദിക്കണ്ടേ ടീച്ചർ? അതായത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ കാര്യം പറഞ്ഞില്ലേ, ഇന്ന് ഞാനുണ്ടല്ലോ, അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ എൻ്റെ വീടിൻ്റെ നടയിൽ ഒരു 10-20 മാധ്യമപ്രവർത്തകർ വന്നിട്ട് അതായത് അനാവശ്യം പറയാം. അതൊക്കെ എന്തെന്നാണ്? ഇതൊക്കെ അനാവശ്യം പറയണത്. എൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് പറയുന്നു, എൻ്റെ വീട്ടുകാരെ പറയുന്നു, നാട്ടുകാരെ പറയുന്നു, എന്തൊക്കെയാ കേട്ടതെന്നറിയോ? അപ്പം ഞാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. സത്യഭാമ ടീച്ചർ, അത് വേറെ വിഷയമാണ്. സത്യഭാമ ടീച്ചർക്ക് എന്തൊക്കെ ചെയ്യാം? പോലീസിൽ പരാതി കൊടുക്കാം. സത്യഭാമ ടീച്ചറുടെ സ്വകാര്യതയെ, വ്യക്തി സ്വാതന്ത്ര്യത്തെയൊക്കെ മാധ്യമപ്രവർത്തകർ അങ്ങനെ അതിക്രമിച്ചു കയറിയ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ടീച്ചർക്ക് പരാതിപ്പെടാം. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തോളും. ടീച്ചർക്ക് അതിനൊക്കെയുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ടീച്ചർ അതൊന്നുമല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ടീച്ചറിനെ ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്താനോ ടീച്ചറിനെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ വന്ന് ടീച്ചറിനെ അങ്ങനെ ഖരാവോ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടെങ്കിൽ നിർഭാഗ്യകരം. അതിനെതിരെയൊക്കെ ടീച്ചർക്ക് നടപടികൾ സ്വീകരിക്കാം. ഈ സമൂഹത്തിൽ ഇവിടെ നമുക്കൊരു ജനാധിപത്യ ഭരണ സംവിധാനമില്ല. ടീച്ചർക്ക് അതൊക്കെ ചെയ്യാം. പക്ഷെ ടീച്ചർ പറഞ്ഞത് ഒരു മോഹിനിയാകുമ്പോൾ അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം. ഞങ്ങളെ പോലുള്ളവർ എന്താ സൗന്ദര്യ മത്സരത്തിന് പോകാത്തത്? അതിന് അത്യാവശ്യം സൗന്ദര്യവും നിറവും ഒക്കെ വേണം. തീരെ കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? എത്ര ചാനലുകാർ വന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ടീച്ചർ പറഞ്ഞതല്ലേ ഇതൊക്കെ? ശരിയാണ്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലോ. അതായത് സൗന്ദര്യം ഇല്ലാത്ത കുട്ടികൾക്ക് എത്രയോ ജഡ്ജ്മെന്റ് പ്രൈസ് കൊടുക്കാത്ത ഞങ്ങൾ റിമാർക്സ് നോക്കുമ്പോൾ കുട്ടിക്ക് ആഹാര ഭംഗിയില്ല, സൗന്ദര്യമില്ല, അവരെഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചവരാണ്. ഇന്നലെ തുടങ്ങി തന്നല്ല, വർഷങ്ങളായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം എനിക്ക് ശരിക്കും ഉണ്ട്. അങ്ങനെ ഞാൻ ടീച്ചർ ജഡ്ജിങ് അല്ല, പ്രിയപ്പെട്ട സത്യഭാമ ടീച്ചർ, താങ്കൾ ജഡ്ജിങ് കമ്മിറ്റിയിലുണ്ടെങ്കിൽ താങ്കളെ പോലെ ഒരാൾ ഈ കാലത്ത് നിന്ന് അങ്ങനെ നിറമില്ലാത്തൊരു കുട്ടിയായതുകൊണ്ട് ആ കുട്ടിക്ക് 1ാം സമ്മാനം കൊടുക്കില്ല, കാണാൻ അഴകില്ലാത്തത് കൊണ്ട് അതിന്റെ ബാക്കി എല്ലാ ചിട്ടവട്ടങ്ങളും ഒപ്പിച്ച് കളിച്ച ഒരു നർത്തകന് സമ്മാനം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് തിരുത്താനും സമൂഹത്തിൽ ഉറച്ച് അതിനെതിരെ ശബ്ദിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലേ ടീച്ചറെ പോലെയുള്ള മുതിർന്ന കലാകാരികൾ? ആ ടീച്ചർ തന്നെ പറയുന്നു കറുത്ത നിറമായതുകൊണ്ട് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ സൗന്ദര്യ മത്സരത്തിന് പോയിട്ടുണ്ട്. കറുത്ത പിള്ളേർക്ക് ആർക്കെങ്കിലും കറുപ്പിന് 7 അഴകല്ലേ ടീച്ചർ? അതായത് ശരി, അപ്പോൾ സ്കൂള് കുട്ടികളെയോ കോളേജ് കുട്ടികളെയോ അതായത് പെൺകുട്ടികളെ ഒരു കുട്ടികളെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
ഞാൻ പറഞ്ഞിരിക്കുന്നത് പുരുഷ വേഷം കെട്ടിയിട്ട് മോഹിനിയാട്ടം കളിക്കുന്ന കുറേ പയ്യന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പം സൗന്ദര്യം എന്നെ സംബന്ധിച്ച് അതിനൊരു മാനദണ്ഡം ഞാൻ കാണുന്നു. അതിന് ഇത്തിരി സൗന്ദര്യമുള്ളൊരു ആളായിരിക്കണം മോഹിനിയാട്ടത്തിലേക്ക് വരാൻ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ട് ഞാൻ പറയാം. അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നത്. അതെൻ്റെ അഭിപ്രായമല്ലേ. ഞാൻ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അയ്യോ ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി, സൗന്ദര്യം ഇല്ലെങ്കിലും കളിക്കേണ്ടെന്നൊന്നും ആരും പറഞ്ഞില്ല. എല്ലാവരും കളിച്ചോട്ടെ, എല്ലാവരും ഇഷ്ടമുള്ളവരൊക്കെ കളിച്ചോട്ടെ. എൻ്റെ അഭിപ്രായം എനിക്ക് കാണാൻ അത്ര ഇത് തോന്നിയിട്ടില്ല. ഒരു ബോഡി മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ മോഹിനിയാട്ടത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ബോഡി മൂവ്മെൻ്റാണ്. അത് യാതൊരു സംശയമില്ല. മുദ്രകൾ ഇപ്പോൾ ഒരു ഭരതനാട്യം പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ മുദ്രകൾ ഇപ്പോൾ ഏത് മുദ്രയിലും ഒരു പേരിൻ്റെ ഒരു ചേഞ്ചസേ വരുന്നുള്ളൂ മോഹിനിയാട്ടത്തിലേക്ക് വരുമ്പോൾ. അല്ലാണ്ട് മുദ്രകളും കാലുകളും പഠിച്ചു കഴിഞ്ഞാലും അതിനകത്ത് പിന്നെ ഒരു ലാസ്യവും ലയവും ഒക്കെ വരണം എന്നുള്ളതേ ഉള്ളൂ. ടീച്ചർ ഈ മോഹിനിയാട്ടത്തില് മോഹിനിമാരായിരിക്കണം ആട്ടമാടേണ്ടത് എന്ന് പറഞ്ഞു. അഥവാ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഒത്ത സൗന്ദര്യം ഉണ്ടാകണമെന്ന് ടീച്ചർ പറഞ്ഞു. ടീച്ചർ തന്നെ ഇപ്പൊ പറയുന്നു ഞാൻ അതൊന്നും തിരുത്താൻ തയ്യാറല്ലെന്ന്. യുഹന്നാൻ മെലിറ്റിയസ് ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഭാഗം ഞാൻ ടീച്ചർക്ക് വായിച്ചു കേൾപ്പിക്കാം. ടീച്ചർ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നൊന്ന് പറയണേ. മോഹിനിയാട്ടത്തിൽ മോഹിനി ആടുന്ന ആളോ അതോ ആട്ടമോ? ആട്ടമല്ലേ? ഒരു മിനിറ്റ്, അത് താങ്കൾ ഇതൊന്ന് കേട്ടോളൂ. മോഹിനിയാട്ടത്തിൽ മോഹിനി ആടുന്ന ആളോ അതോ ആട്ടമോ? ആട്ടമല്ലേ മോഹിനി ആകേണ്ടത്, ആടുന്ന ആളല്ലല്ലോ. പേരിൽ അങ്ങനെ പറഞ്ഞിട്ടാണ്. പിന്നെ താങ്കളെ കുറിച്ച് ഒരു പരാമർശമുണ്ട്, ഞാൻ വായിക്കാം. പേരിൽ മാത്രം സത്യമുള്ള ഭാമേ, ആൾ എത്ര മോഹിനി ആയാലും ആട്ടം മോഹിനി അല്ല എങ്കിൽ എന്ത് പ്രയോജനം? മോഹിനിയുടെ ആട്ടം എന്നായാൽ അത്ര സഭ്യമായിരിക്കില്ലല്ലോ എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ടീച്ചർ അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഈ ഇട്ട ആള് ഞാൻ കളിക്കണ മോഹിനിയാട്ടം ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എന്നെ എങ്ങനെ വിലയിരുത്തും അദ്ദേഹം? ഞാൻ ഒരു കാലത്ത് നല്ലപോലെ കളിച്ചിട്ടുള്ള ആളല്ലേ. അത് അദ്ദേഹം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ രാമകൃഷ്ണൻ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. അല്ല, അങ്ങനെ വിലയിരുത്താതെ അല്ലേ ടീച്ചർ കറുത്തവരും സൗന്ദര്യം കുറഞ്ഞവരും ഒന്നും മോഹിനിയാടാൻ വരണ്ട എന്ന് ടീച്ചർ പറഞ്ഞത്? വിലയിരുത്താതെ അല്ലേ, പൊതുവായല്ലേ, വിലയിരുത്തിയിട്ടല്ലോ പറഞ്ഞത്. അങ്ങനെ ഓരോ എല്ലാവരും ഓരോ പേജുകളിലെ അതായത് അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പറയണ നിങ്ങൾ ഇന്ന ആളെന്ന് ഗോപികൃഷ്ണൻ ആദ്യം തന്നെ പറഞ്ഞു. അതായത് രാമകൃഷ്ണനെതിരെയാണ് സത്യഭാമ ടീച്ചർ സംസാരിച്ചതെന്ന് ഗോപികൃഷ്ണൻ ആദ്യമേ പറഞ്ഞു. ഞാൻ ആദ്യം പറയാൻ കാരണം RLV രാമകൃഷ്ണൻ നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ടീച്ചർ കണ്ടില്ലേ? ടീച്ചറാണെന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ RLV രാമകൃഷ്ണൻ ഇട്ടിട്ടുണ്ട്. RLV രാമകൃഷ്ണൻ പ്രതികരിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. ഇനി അതല്ലെങ്കിൽ ടീച്ചർ ഇതുവരെ പറഞ്ഞില്ല. ടീച്ചർ ആരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കാക്കയുടെ നിറമെന്നും പിന്നെ പെറ്റതള്ള സഹിക്കില്ല എന്നൊക്കെ ടീച്ചർ പറഞ്ഞത് ആരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ടീച്ചർ ഈ ചർച്ചയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. 20 മിനിറ്റ്. അതായത് അതെങ്ങനെ പറയും? അത് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലല്ലോ പറഞ്ഞത്. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളോട് അത് പറയും? അയാളെ കണ്ടാൽ പറഞ്ഞാൽ പിന്നെ വ്യക്തി ഇല്ലാതെ എങ്ങനെയാ ടീച്ചർ? എനിക്ക് അങ്ങനെ ഒരാളോട് നമ്മുടെ സാമാന്യ ബോധത്തെ ടീച്ചർ ചോദ്യം ചെയ്യരുത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ കറുത്ത നിറം കാക്കയുടെ നിറം അത് ഇതെന്നൊക്കെ പറയുമ്പോ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു അത് രാമകൃഷ്ണനാണെന്ന്. അതല്ലേ സത്യം? അല്ല, RLV രാമകൃഷ്ണന്റെ പ്രതികരണം വന്നു അതിനോട്. RLV രാമകൃഷ്ണന്റെ പ്രതികരണം വന്നു അതിനോട്. ടീച്ചർ കണ്ടില്ലേ ഫേസ്ബുക്ക് പോസ്റ്റ്? വായിക്കണോ? അല്ല, ആയിക്കോട്ടെ. അത് നിങ്ങൾ അല്ല, ഞങ്ങളല്ല തീരുമാനിച്ചത്. RLV പറഞ്ഞു. RLV ആണ് പറയുന്നത്. ഞാനാണ് എനിക്കെതിരെ അതാണോ ശരി? ഞാൻ ചോദിക്കട്ടെ, ഗോപികൃഷ്ണനെ അതല്ല ശരിയെങ്കിൽ ടീച്ചർ പറഞ്ഞാൽ മതി. ആരെയാണ് ടീച്ചർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ആ ശരി നമുക്ക് തിരുത്താം. അല്ലെന്നേ പറഞ്ഞിട്ട് അയ്യോ അതിന് ഞാൻ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അയാളെ കണ്ടാലെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അയാളെ കണ്ടാൽ എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എന്താ? അയാളെ കണ്ടാൽ പെറ്റതള്ള പോലും സഹിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ കണ്ടാൽ വന്നിട്ട് നിങ്ങളുടെ ചാനലിലെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ടീച്ചർ പറഞ്ഞ കോട്ട് പറയാണ്, ഇവനെ കണ്ടു കഴിഞ്ഞാൽ പെറ്റതള്ള പോലും സഹിക്കില്ല എന്ന് സത്യഭാമ ടീച്ചർ പറഞ്ഞത് ആരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്? അതന്നെ. അത് വേറെ പലരും ആവാലോ. ആരൊക്കെയുണ്ട് ചാലക്കുടിയിൽ? ഇയാൾ മാത്രമേ ഉള്ളോ? എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു പഠിക്കുന്നത്? എത്ര പേരുണ്ട് ചാലക്കുടിയിൽ ആർട്ടിസ്റ്റുകൾ? ശരി, ഇനി RLV രാമകൃഷ്ണൻ അല്ല. ശരി, ടീച്ചർക്കൊപ്പം ഞാനും നിൽക്കുകയാണ്. RLV രാമകൃഷ്ണനെ കുറിച്ച് അല്ല ടീച്ചർ പറഞ്ഞത്. ഇനി ആരോ ആകട്ടെ, RLV രാമകൃഷ്ണനോ രാധാകൃഷ്ണനോ ഗോപിനാഥനോ ആരോ ആകട്ടെ, പക്ഷെ ടീച്ചറുടെ നിലപാട് അതാണല്ലോ. ഈ കറുത്ത ശരീരമുള്ളയാൾ അയാൾ മോഹിനി വേഷം കെട്ടി ആടുന്നതിനെ ടീച്ചർ അംഗീകരിക്കുന്നില്ല. അതിന് സൗന്ദര്യം വേണം. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് ടീച്ചർ വെക്കുന്നത്. ആരോ ആകട്ടെ, രാമകൃഷ്ണനോ രാധാകൃഷ്ണനോ ആരാണെങ്കിലും
ടീച്ചറുടെ ഒരു നിലപാട് അതാണല്ലോ, അത് തിരുത്താൻ ടീച്ചറോട്ട് തയ്യാറുമല്ല. ഞാൻ ചോദിക്കേണ്ടത് ടീച്ചർ ആ മനോഭാവമല്ലേ നമുക്ക് ആദ്യം മാറേണ്ടതാണ്. എനിക്ക് സത്യഭാമ ടീച്ചറോട് ചോദിക്കാനുള്ളത്. അല്ല, മനോഭാവം എന്ന് പറഞ്ഞാൽ അതല്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ കുറേ കണ്ടും കേട്ടും വന്ന ഒരാളാണ്. നിങ്ങളുടെക്കാളൊക്കെ കുറേ കാലം കൊണ്ട് ഈ ഫീൽഡിൽ നിന്ന് കണ്ടും കേട്ടും നല്ലതും ചീത്തയും കണ്ടു വന്ന ഒരാളാണ്. അവരെല്ലാവരും മോഹിനിയാട്ടം കളിച്ചോട്ടെ, കറുത്തവരും വെളുത്തവരും ഒക്കെ കളിച്ചോട്ടെ, പക്ഷെ എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് കാണാൻ എനിക്ക് താല്പര്യം. ശരി ടീച്ചർ, ഞാൻ ടീച്ചറിലേക്ക് വരാം. ശ്രീമതി ധന്യാരാമൻ, രാമകൃഷ്ണൻ മാത്രമേ വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു. കറുത്ത ആളുകൾ, അതും പുരുഷന്മാർ മോഹിനിയാട്ടം ആടുന്നത് കാണാൻ ഇപ്പോൾ സത്യഭാമ ടീച്ചറിനെ പോലെ ഒരു മുതിർന്ന നൃത്ത അധ്യാപികയ്ക്ക്, മുതിർന്ന കലാകാരിക്ക് താല്പര്യമില്ല. എനിക്കിഷ്ടമില്ലാത്തത് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ സമൂഹത്തിലുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി പ്രശ്നം അവസാനിച്ചോ? ശ്രീമതി ധന്യാരാമൻ, ഈ സ്ത്രീ പറഞ്ഞ എന്താണ് കറുത്ത കാക്കയെ പോലെയുള്ള കറുത്ത നിറം, അത് രാമകൃഷ്ണനല്ല എന്നാണ് അവർ പറയുന്നത്. ആയിക്കോട്ടെ, രാമകൃഷ്ണനല്ല, ഒരു മനുഷ്യനെയും അങ്ങനെ വർണ്ണവെറിയോടെ വംശീയതയോടെ കറുപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ മനസ്സിലെ ജാതി കറുപ്പാണ്. അവർ കുമ്മനം രാജശേഖരനെ അല്ല പറഞ്ഞത്, അവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകനെ അല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് ആരെയാണെന്ന് അവർ പറയണം. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് സംഘടനകളുണ്ട്. NSS ചോദിക്കാൻ വരും, നമ്പൂതിരി സംഘടനകൾ വരും, ഹിന്ദു മഹാസഭ വരും. അതുകൊണ്ട് അവർക്ക് അതൊന്നുമല്ല അവരുടെ വിഷയം, ജാതി കറുപ്പാണ്. ആ കാക്കയുടെ കറുപ്പ് എന്ന് അവർ ഉദ്ദേശിച്ചത് ആരെയാണ്? അതിനാണ് ഉത്തരം കിട്ടേണ്ടത്. അവർ 44 വർഷമായിട്ട് അവരൊരു കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പം ഇന്ന് പറഞ്ഞു ചാലക്കുടിയിലുള്ള അധ്യാപകൻ സംഗീത നാടക അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട ഈ ലേഡിക്ക് പേര് പറയാനുള്ള ചങ്കൂറ്റമില്ല. അതുകൊണ്ട് ദൂരത്തെയും അടുത്തെയും ഒക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് നീ പേര് പറഞ്ഞാൽ അത് അട്രോസിറ്റി ആവും, നീ റിമാൻഡിലാവും, നീ ജയിലിൽ പോകേണ്ടി വരും, അത് വർണ്ണവെറിയാണ്, ജാതീയതയാണെന്ന് ആരെയോ പറഞ്ഞതുകൊണ്ട്, അത് ആരോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ യൂട്യൂബർ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം യൂട്യൂബർ ആയിട്ടുള്ള സുമേഷ് മാർക്കോ പോളോ എന്ന് പറയുന്നവൻ അട്രോസിറ്റി കേസിൽ ജയിലിലായിട്ട് ഇപ്പോൾ റിമാൻഡിൽ ഇറങ്ങി ആഴ്ചയിൽ പോയി കോടതിയിൽ ഒപ്പിടുന്നവനാണ്. അപ്പോൾ ഇവരും കൂടെയുള്ള പ്ലാന്റ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. അപ്പോൾ അത് ബോധമുള്ളവർക്ക് അത് മനസ്സിലാവും. പക്ഷേ ഈ ലേഡി അത് പേര് പറയാൻ തയ്യാറല്ല. ഇവർക്ക് ഇന്ന് ഇവർ ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന ഇവർ 66 വർഷം, ഇവർക്ക് 66 വയസ്സായെന്ന് പറഞ്ഞു. 66 വയസ്സ് വരെ ജീവിച്ചിട്ട് ഇവർ വെളുത്തിരുന്ന സ്ത്രീ ആയിട്ട് പോലും ഇവരുടെ കരിയറിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ല. ആ ചാനലുകാരോട് അവർ പറഞ്ഞ എന്താ, എൻ്റെ ഇത്രയും കാലം ഈ 66 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ ഒരിക്കൽ പോലെങ്കിൽ ഈ വീട്ടുമുറ്റത്ത് വന്നോ? അപ്പോൾ അവരുടെ കരിയറുടെ ഫെയിലറാണ്. അവരെത്ര വെളുത്തിരുന്നിട്ടും അവരെത്ര എന്തൊക്കെ ഡാൻസ് ചെയ്തിട്ടും അവരെ തേടി അങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകർ പോയില്ല എന്നുള്ളതാണ് അവർ പരാതി. അപ്പോൾ അത് എന്താണ് അവരുടെ വെളുപ്പ് നിറം കൊണ്ട് അവരെന്ത് നേടി എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പിന്നെ ഇവർ ഈ പറയുന്ന നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് വെളുത്തവർക്ക് മാത്രമേ മോഹിനിയാട്ടം അവതരിപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒരിടത്തും അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഇവർ വീട്ടിലെ തന്നെ ഇവരുടെ മരുമകളെ തന്നെ ദ്രോഹിച്ച് താലിമാല വലിച്ചു പൊട്ടിച്ച് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കേസുള്ള ഒരു സ്ത്രീയാണ്. പൊതുവെ ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ളിലുള്ള ഒരു സ്ത്രീയാണ്. അവരാണ് ഇവിടെ ഇരുന്ന് മനുഷ്യരെ വെല്ലുവിളിക്കുകയാണ്. പൊതുസമൂഹത്തോട് പറയുകയാണ് കാക്കയെ പോലെ കറുത്തിരിക്കുന്നവർക്ക് കലാരംഗത്ത് വരാനുള്ള അങ്ങനത്തെ ഒരു സ്പേസ് കൊടുക്കരുതെന്നുള്ളൊരു മെസ്സേജാണ് അവർ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത്. അവർ 66 വയസ്സുള്ള നല്ലൊരു നർത്തകിയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയും ആയിരുന്നെങ്കിൽ കല എന്ന് പറയുന്നത് തുല്യതയുടെയും നീതിയുടെയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതിനെ വെടക്കാക്കുകയാണ് ചെയ്തത്. അവരടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവർ വംശീയതയും വർണ്ണവെറിയാണ് ഇവിടെ അവർ വിളമ്പിയിരിക്കുന്നത് രാവിലെ മുതൽ. അവർ ഇപ്പം കുറച്ച് ഒതുങ്ങി. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് പേടിക്കണം, ഈ വർണ്ണവെറിയെ കുറിച്ച് പറയുമ്പോൾ പേടിക്കണം, കേസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഇത്രയും സമയം ചാനലുകാരൊക്കെ പോയപ്പോൾ ഇന്ന് ആക്ച്വലി മാധ്യമപ്രവർത്തകരെയാണ് ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അവർ ഇന്ന് ഒരു നല്ല കുറേ ക്വസ്റ്റ്യൻസ് ഇവരോട് തിരിച്ചു ചോദിച്ചു. പക്ഷേ ഇവർക്ക് ബോധമില്ലാത്തതുകൊണ്ട് ഇവർക്ക് അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പോലും ഇവർക്ക് അറിയത്തില്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പൊ ഈ കേരളത്തിൽ അടുത്തടുത്തായി നമുക്ക് ഈ ജാതി അധിക്ഷേപത്തിന്റെ ഗോപികൃഷ്ണൻ അതായത് എന്റെ കുടുംബത്തിൽ കയറി കളിക്കാനൊന്നും അവൾക്ക് അധികാരം കൊടുക്കല്ലേ, കേട്ടല്ലോ. ധന്യ ഇവിടെ ആരായിരുന്നാലും നീ അത്രയ്ക്കൊന്നും ആവണ്ട കേട്ടാ. താലി പൊട്ടിച്ച കാര്യം നിനക്കറിയാവോടി? അറിയാവോടി നിനക്ക്? എന്റെ കുടുംബകാര്യം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കണ്ട. നമുക്ക് ഇതൊരു സാമൂഹിക വിഷയമെന്ന് ടീച്ചർ പറഞ്ഞത് ശരിയാണ്. ടീച്ചറുടെ കുടുംബത്തിലെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇതൊരു സാമൂഹിക വിഷയം എന്ന നിലയിൽ അതിന്റെ ഗൗരവത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അത് വ്യക്തിപരമായ അധിക്ഷേപമായിട്ട് മാറണ്ട. സത്യഭാമ ടീച്ചർ അങ്ങനെ
ആ വ്യക്തിപരമായ അധിക്ഷേപമായിട്ട് ഇത് മാറണ്ട. അല്ല ശ്രീമതി ധന്യ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത്തരം ആ കേസ് ശ്രീമതി ധന്യ, ഞാൻ പറഞ്ഞത് ആ കേസ് അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതൊരു സാമൂഹിക പ്രശ്നം എന്ന നിലയിലാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, അതായത് ഈ കേരളത്തിൽ ഇപ്പൊ ഈ അടിക്കടി ഇത്തരം സംഭവങ്ങൾ നമുക്കറിയാം. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഒരു ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കലുമായി ബന്ധപ്പെട്ട് നേരിട്ട വിവേചനം നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കാർട്ടൂണിൽ ഒരു ജാതി അധിക്ഷേപം ഉണ്ടായി. ഇപ്പോഴിതാ ഈ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ദീപാ പി മോഹൻ എന്ന ഗവേഷണ വിദ്യാർത്ഥിനി ജാതി വിവേചനത്തിനെതിരെ സമരം ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിൽ നമ്മൾ എത്ര പരിഷ്കൃതമാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ഈ നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊണ്ട സമൂഹമാണെന്നൊക്കെ പറഞ്ഞാലും, അതിൻ്റെ ഉള്ളിൽ അടിത്തട്ടിൽ എവിടെയോ കിടന്ന് ഈ ജാതിയുടെ വേരുകൾ പടർന്ന് പിടിക്കുന്നുണ്ട്. അതിങ്ങനെ നെറികെട്ട വാക്കുകളൊക്കെ ആയിട്ട് പലപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. അത്തരമൊരു സംഭവമായി, അത്തരമൊരു സാഹചര്യമാണോ ഈ സത്യഭാമ ടീച്ചറിനെ പോലൊരാൾ ഈ അഭിപ്രായ പ്രകടനത്തിൽ നടത്തിയതിലൂടെ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം ടീച്ചർ ഇതിനകത്ത് വിശദീകരിക്കുന്നത് ടീച്ചറുടെ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതാണ് പറഞ്ഞത്, ആരുടെയും പേര് ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല എന്നാണ്. ആ നിലയ്ക്ക് തന്നെ കണ്ടാൽ മതിയോ ഇതിനെ? ഗോപീഷ്ണൻ, ഞാനിതിപ്പോ കുറേ നേരം ചർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നത്, കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു പരിപാവനമായ ഒരു എന്താ പറയാ, ആ ഒരു സ്ഥാപനത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ടീച്ചർ. ആ ടീച്ചർ ഇപ്പൊ പെട്ടെന്ന് എടി പോടി അവൾ ഇവൾ എന്നൊക്കെ പറയുമ്പോ ടീച്ചറുടെ ഒരു കൾച്ചർ ടീച്ചർ തന്നെ ഇല്ലാതെയാക്കുന്ന, എനിക്ക് അങ്ങനെയാണ് ടീച്ചറെ തോന്നിയത്. കാരണം ഈ നേരത്തെ പറഞ്ഞല്ലോ, ഒരു എന്താ പറയാ, ഗോപീഷ്ണൻ പറഞ്ഞ മാതിരി ഒരു ജാതീയത. ടീച്ചർ സംസാരിച്ച് ശരിയാണോ ഭാഗ്യലക്ഷ്മി? ഞാൻ ചർച്ച ശ്രീമതി ഭാഗ്യലക്ഷ്മി ഒരു മിനിറ്റ്. സത്യഭാമ ടീച്ചർ നമുക്ക് അത് ആ ഭാഗം സംസാരിക്കാം. ഞാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മി അവർക്ക് പറയാനുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു കാര്യം വിശദീകരിക്കുകയാണ്. അത് നമുക്ക് കേൾക്കാം ആദ്യം. അത് നമുക്ക് കേൾക്കാം. കേട്ട ശേഷം സത്യഭാമ ടീച്ചർക്ക് പറയാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറയൂ. താങ്കൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. അല്ലല്ല, നമുക്ക് കേൾക്കാം. സത്യഭാമ ടീച്ചർ കേൾക്കാം. പറയൂ. സാധനം വേണ്ടേ ടീച്ചറെ, നിങ്ങൾക്ക് സ്വല്പമെങ്കിലും സ്വയ അഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷ ഒന്ന് നന്നാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഗോപീഷ്ണൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഗോപീഷ്ണൻ, ഇവിടെ ഈ ജാതീയതയും ഈ വെറുപ്പും, അവരോട് ആദ്യം ഉണ്ടായിരിക്കാൻ പറ. ഈ ജാതീയതയും ഈ വെറുപ്പും അതായത് അവൻ തനിക്ക് താഴെയാണ് എന്നുള്ളത് ഇന്നും ഇവിടെ നിന്ന് പോയിട്ടില്ല. അതിപ്പോഴും എല്ലാ വരേണ്യവർഗത്തിന്റെ ഉള്ളിലും അത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അവർ അത് പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ പലരും എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അത് തെറ്റുപറ്റിപ്പോയി എന്ന് പലരും സമ്മതിച്ചു തരാറുണ്ട്. പക്ഷേ ഇവിടെ ഇവർ അതുപോലും സമ്മതിച്ചത്. നേരത്തെ രാമകൃഷ്ണനല്ല, നേരത്തെ ഗോപീഷ്ണൻ പറഞ്ഞ രാമകൃഷ്ണനല്ല, രാധാകൃഷ്ണനല്ല, രാമേന്ദ്രനല്ല, ആരുമല്ലാതിരിക്കട്ടെ, ഏതൊരു വ്യക്തിയെയും ഞാൻ ചോദിക്കട്ടെ, എല്ലാ സൗന്ദര്യവും ഉണ്ട്, നല്ല നിറവും നല്ല ആകാര വടിവും എല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തി സ്റ്റേജിൽ നിന്ന് ഡാൻസ് ചെയ്യുമ്പോ അരോചകമായി തോന്നിയാൽ ഈ സൗന്ദര്യത്തിൽ എന്താണ് അർത്ഥമുള്ളത്? എന്തർത്ഥമാണുള്ളത്? അപ്പൊ സൗന്ദര്യമല്ല, ഒരാൾ എങ്ങനെയാണ് ആ നൃത്തം അവതരിപ്പിക്കുന്നത് എന്നാണ്. പിന്നെ നേരത്തെ ടീച്ചർ പറഞ്ഞു ഇതെന്റെ സ്വാതന്ത്ര്യം. ടീച്ചറുടെ സ്വാതന്ത്ര്യം ടീച്ചറിന്റെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളൂ. അത് എന്റെ മൂക്കിലോട്ട് നീട്ടാൻ പറ്റില്ല, സമൂഹത്തിന്റെ മൂക്കിലോട്ട് നീട്ടാൻ പറ്റില്ല. ടീച്ചർ മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റായ ഒരു പ്രസ്താവന ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെങ്കിൽ ആ വ്യക്തിപരമായ അഭിപ്രായം സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ സ്വകാര്യമായിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരു സമൂഹ മാധ്യമത്തിന്റെ മുമ്പിലോ ഒരു ക്യാമറയുടെ മുമ്പിലോ ഒരു പൊതു ഇടത്തിലോ നിങ്ങളുടെ ഇത്തരം അഭിപ്രായങ്ങൾ പറയാൻ നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇവിടെ ഇല്ല. നിങ്ങൾ ഒരാൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ മറ്റു 10 പേർ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണം, എനിക്കോ എവിടെയോ തെറ്റു പറ്റിയിട്ടുണ്ട്.
5 വിരൽ നമുക്കെതിരെ ചൂണ്ടി വരുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ടീച്ചറെ. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ സംസ്കാര സമ്പന്നരാകുന്നത്. ടീച്ചർ പഠിച്ച് ടീച്ചറുടെ വിദ്യാലയം പോലും ടീച്ചർ തള്ളി പറഞ്ഞു. അവർ പോലും തള്ളി പറഞ്ഞു ടീച്ചറുടെ ഈ പ്രസ്താവനയോട് അവർ യോജിക്കുന്നില്ല. കലാമണ്ഡലവും പിന്നെ സത്യഭാമയുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് ആ സ്ഥാപനം, ആ പരിപാവനമായ ഒരു സ്ഥാപനത്തിന്റെ മേലധികാരികൾ പോലും തള്ളിപ്പറഞ്ഞു. ഞങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഡാൻസ് എന്തറിയാം, നിങ്ങൾക്ക് നാട്യശാസ്ത്രം അറിയോ, നിങ്ങൾക്ക് മോഹിനിയാട്ടം എന്താ? ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന മനോഹരമായിട്ട് കളിക്കുന്നുണ്ടോ, അല്പം ആസ്വദിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് മാത്രമേ. നിങ്ങൾ പ്രേക്ഷകന് വേണ്ടിയാണല്ലോ കളിക്കുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടരുത്. കഥകളിയില് പിന്നെ സ്ത്രീവേഷം കെട്ടുന്നത് പുരുഷന്മാരാണല്ലോ കഥകളിയിൽ സ്ത്രീവേഷം കെട്ടുന്നത്. കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയല്ലേ നടന്നുകൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് സ്ത്രീകൾ അധികം രംഗത്തേക്ക് വരുന്നില്ലായിരുന്നല്ലോ. എന്താണ് കാക്കയുടെ നിറം, മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യനെ ഒരു നികൃഷ്ട ജീവിയായി കാണുക എന്നുള്ളതാണ്. അതൊരു ഒരു ഒരു മനുഷ്യന് ചേർന്ന ഒരു സംസാരമല്ല, അതൊരു സംസ്കാര ഭാഷയല്ല. ഇത് വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്. അത് ടീച്ചർ, നാളെ ടീച്ചറുടെ കീഴിൽ ഒരു കുട്ടി പഠിക്കാൻ വരുമ്പോ ആ കുട്ടി മറ്റൊരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം പ്രസ്താവനകൾ പറയുമ്പോ ടീച്ചർ അവരെ എങ്ങനെയാണ് നിയന്ത്രിക്കുക? എങ്ങനെ ടീച്ചർക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കും? അപ്പൊ ടീച്ചറുടെ ശിഷ്യർക്കൊക്കെ തെറ്റായ ഒരു സന്ദേശമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്റ്റുഡൻസിൽ തന്നെ ഒരുപക്ഷെ നിറം കുറഞ്ഞവരുണ്ടായിരിക്കും, നിറം കൂടിയവരുണ്ടായിരിക്കും. അവർക്കുള്ളിൽ തന്നെ ഒരു സ്പർദ്ധയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അത് തെറ്റാണ് ടീച്ചറെ. ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കണം. താങ്കൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നത് കൊണ്ട് താങ്കൾ ചെറുതായി പോകുമൊന്നുമില്ല, താങ്കൾ വലുതാവുകയുള്ളൂ. പിന്നെ ഇത് സ്വാതന്ത്ര്യമല്ല, ഇത് ദുസ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ മൂക്കിന്റെ അറ്റം വരെ വരാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വായ തോന്നുന്നത് എന്തും വിളിച്ചു പറയാനും അത് കേൾക്കാൻ ഞങ്ങൾ ആരും ബാധ്യസ്ഥരല്ല. അത് കേട്ടാൽ സമൂഹം ഒന്നടങ്കം നിങ്ങളെ ആക്രമിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. പറയാനുള്ള അവസരം ഞാൻ തരാം. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. സത്യഭാമ ടീച്ചർ, ഞാൻ വരാം. ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. മൻസിയ VP കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ടീച്ചർക്ക് പറയാനുള്ള അവസരം ഞാൻ തരാം. ടീച്ചർക്ക് തിരുത്തണമെങ്കിൽ തിരുത്താം. ശ്രീമതി മൻസിയ, എനിക്കൊന്ന് മൻസിയ ഈ കലാരംഗത്ത് നിൽക്കുമ്പോൾ പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് അതിനെതിരെ ശബ്ദമുയർത്തിയിട്ട ആളാണ് മൻസിയ. ഈ സത്യഭാമ ടീച്ചറുടെ പരാമർശങ്ങളെ മൻസിയ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വളരെ അശ്ലീലമായിട്ടുള്ള അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു പരാമർശമാണ് ടീച്ചർ നടത്തിയിരിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു കലാകാരൻ്റെയോ കലാകാരിയുടെയോ ജാതി, നിറം, വർണ്ണം, മറ്റ് ലിംഗപരമായിട്ടുള്ള വിവേചനങ്ങളൊന്നും ചോദിക്കാനോ പറയാനോ അതിന് എതിരെയായിട്ട് ശബ്ദമുയർത്തുന്ന കലാലോകമാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഒരു സമയത്ത് പോലും ഇത്തരം ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് സത്യഭാമ ടീച്ചർ. ഇത് ശരിക്കും അത്തരം ചിന്തിക്കുന്ന, അങ്ങനെ ദുർചിന്തകളുള്ള ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ടീച്ചർ ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് മുമ്പിൽ തുറന്നു കാണിച്ചിരിക്കുന്നത്. പിന്നെ ടീച്ചർ ഇവിടെ പറയുന്നു RLV രാമകൃഷ്ണൻ സാറിനെ അല്ല പറഞ്ഞിരിക്കുന്നത് എന്ന്. ഞാൻ ആ ഇന്റർവ്യൂ മുഴുവനായി കണ്ട ഒരാളാണ്. കലാമണ്ഡലത്തിലെ ഭരണസമിതിയിൽ നിന്നും ടീച്ചറെ പുറത്താക്കിയതിനെ കുറിച്ചുള്ള വലിയൊരു കഥയാണ് ടീച്ചർ അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അതിന്റെ കഥകളെല്ലാം ഈ കലാലോകത്തെ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ മേഖലയിൽ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് RLV രാമകൃഷ്ണനെ അല്ല ഞാൻ പരാമർശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൂരാൻ ഇനി ടീച്ചർക്ക് സാധിക്കില്ല. ഒന്നത്, ഇന്റർവ്യൂ കഴിഞ്ഞ് ഇന്ന് ടീച്ചറുടെ പ്രകടനം, ഇന്ന് മാധ്യമ പ്രവർത്തകരോട് ടീച്ചർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കറുത്ത കുട്ടികൾ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവരെ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിപ്പിക്കില്ല, അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്ന് പറയും, അവർ മറ്റു വേദികളിൽ നിന്നോട്ടെ എന്ന് പറയും എന്നുള്ളത് എന്തൊരു അത്ഭുതമാണത്. ശരിക്കും ഒരു നർത്തകി അല്ലെങ്കിൽ നർത്തകൻ, കലാകാരിക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമ്മൾ കലാകാരിയും കലാകാരനും അല്ലെങ്കിൽ കല എന്ന് പറയുന്ന സമൂഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇത് കേൾക്കുമ്പോൾ? അത്തരം കുട്ടികളെ കുറിച്ച് ആലോചിച്ച് ഞാൻ വളരെയധികം വിഷമിക്കുന്നുണ്ട് ആ ഒരു പ്രസ്താവനയിലൂടെ. ഇത്തരം കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ വലിയ ഭയവും അതുപോലെ നിരാശയും തോന്നുന്നു. അക്കാഡമിക് ആയിട്ടും മറ്റും നമ്മൾ ഒരുപാട് മുന്നേറിയിരിക്കുന്നു,
കലാമേഖലയിൽ ഒരുപാട് ഡിബേറ്റുകൾ നടത്തുന്നു. ടീച്ചർ ഒരു പ്രാവശ്യമെങ്കിലും അക്കാഡമിക് ആയിട്ട് ചർച്ചകളിലെല്ലാം പങ്കെടുത്താൽ ഒരു പക്ഷേ ടീച്ചർക്ക് ഇത്തരം ചിന്താഗതികൾ ഒന്ന് തിരുത്തി എഴുതാനെങ്കിലും യൂട്യൂബിലെ യൂട്യൂബ് ചാനലിലെ ഇന്റർവ്യൂ മനസ്സിലേക്ക് മനസ്സിലായത് ഇത് RLV രാമകൃഷ്ണനെ കുറിച്ച് തന്നെയാണ് ടീച്ചർ ഈ പരാമർശങ്ങൾ നടത്തിയത് എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഏത് ഭാഗം കേട്ടപ്പോഴാണ് ഇത് RLVയെ കുറിച്ചാണ് ടീച്ചറുടെ ഈ പരാമർശം എന്ന് മനസ്സിലേക്ക് മനസ്സിലാകുന്നത്? അതിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മത്സരം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുട്ടിക്കായിരുന്നു ഫസ്റ്റ്. അപ്പോൾ ഒരു അഭിനന്ദനം അറിയിച്ചു. പിന്നെ അബുദാബിയിൽ പോയപ്പോൾ ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ മറ്റേതോ ഇതേ ഗുരുവിന്റെ ശിഷ്യയ്ക്ക് ഫസ്റ്റ് കിട്ടിയില്ല. അപ്പൊ അവര് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ചാലക്കുടിക്കാരനായിട്ടുള്ള ഒരാള്. അപ്പോൾ എന്നോട് ചോദിക്കാതെ ഈ ഒരു റെക്കോർഡ് ഞാൻ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുകയും ശരിക്കുമുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഗുരുസ്ഥാനികയായിട്ടുള്ള കലാമണ്ഡലം സത്യഭാമ ടീച്ചറെയും അവരുടെ ഭർത്താവിനെ കുറിച്ചും ഞാൻ പറഞ്ഞ പരാമർശങ്ങൾ അവർ റെക്കോർഡ് ചെയ്ത് കലാമണ്ഡലത്തിലെ ഗ്രൂപ്പുകളിൽ, അല്ലെങ്കിൽ ഇത്തരം അലവലാദികളുടെ ഗ്രൂപ്പുകൾ എന്നാണ് ടീച്ചർ അന്ന് പരാമർശിച്ചത്. ഈ അലവലാദികളായ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലെല്ലാം വന്നതാണ്. അപ്പോൾ ആ ഒരു വോയിസ് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയും നമ്മൾ ആരാധിക്കുന്ന ശരിക്കുമുള്ള സത്യഭാമ, കലാമണ്ഡല സത്യഭാമ ടീച്ചറുടെ വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് ടീച്ചറെ ഭരണസമിതിയിൽ നിന്നും പുറത്താക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. അതിന് പാത്രമായത് RV രാമകൃഷ്ണൻ സാറിന്റെ നോടുള്ള ടീച്ചറുടെ ഒരു സംഭാഷണമാണ്. അതുകൊണ്ട് ഒരിക്കലും അത് ഊരിപ്പോരാൻ ടീച്ചർക്ക് പറ്റില്ല. ശരി സത്യഭാമ ടീച്ചർ, ഇനി സത്യഭാമ ടീച്ചർക്ക് പറയാനുള്ള സമയമാണ്. പക്ഷേ ഞാൻ ടീച്ചറോട് ഒരു ചോദ്യമായി ചോദിക്കുന്നതിന് മുൻപ്, ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇവിടെ പറഞ്ഞൊരു ഭാഗം നമുക്ക് ഏത് മനുഷ്യനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റും, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകും, ചില കാര്യങ്ങൾ പുതിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വെളിച്ചത്തിലായിരിക്കും നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ ഒരു തിരിച്ചറിവിന് ടീച്ചർക്ക് അവസരം ഉണ്ടാകുന്ന ഒന്നാകട്ടെ ഈ ചർച്ച എന്നൊരു ആഗ്രഹം ഒരു അവതാരകൻ എന്ന നിലയിൽ എനിക്കുണ്ട്, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ ടീച്ചർ ഒരു ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിലെ വ്യക്തി എന്ന നിലയിൽ, സമൂഹം ആദരിക്കുന്ന ഒരു കലാകാരി എന്ന നിലയിൽ ടീച്ചർക്ക് ഒരു തെറ്റ് പറ്റി എന്ന് സമ്മതിക്കാൻ ടീച്ചർ ഒരുക്കമാണോ? അങ്ങനെ നമ്മൾ വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിച്ച് കാണരുത് എന്ന ഒരു ബോധത്തിലേക്ക് നമ്മൾ വരേണ്ടതല്ലേ ടീച്ചർ? അപ്പൊ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ധന്യ സംസാരിച്ചത് ഗോപികൃഷ്ണൻ കേട്ടല്ലോ. നമ്മള് കലാഭവൻ മണിയുടെ അനിയൻ എന്ന് പറഞ്ഞ രാമകൃഷ്ണനെതിരെ ഞാൻ സംസാരിച്ചു, അതെല്ലാം പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവരെ കുടുംബത്തിൽ തന്നെ പ്രശ്നമുണ്ട്. എന്താ ഭാഗ്യലക്ഷ്മി അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? നമ്മള് ഭാഗ്യലക്ഷ്മി ചില സമയത്ത് നമ്മുടെ ടോണൊക്കെ അങ്ങ് മാറുന്ന ഡയലോഗ് അവിടെ നിന്ന് എതിർവശത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മുടെ ടോണൊക്കെ മാറും. അതിന് എന്നെ വിലയിരുത്തണ്ട ഭാഗ്യലക്ഷ്മി ഒന്നും കേട്ടാ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മരുമകളുടെ മാല പൊട്ടിച്ചു കേസ് കിടക്കണമെന്ന് ഇയാൾക്ക് ഈ ധന്യക്ക് എവിടെ നിന്ന് ഇതിൻ്റെയൊക്കെ തെളിവുകൾ കിട്ടിയേ? എൻ്റെ ഈ കുടുംബത്തിലെ ഈ പരിസരത്ത് എൻ്റെ വീട്ടിലെ നിത്യ സന്ദർശിക്കുകയാണോ ധന്യ? അപ്പം അത് പറയുമ്പോൾ എനിക്ക് ചൂടാവും, ഞാൻ ദേഷ്യപ്പെടും, ടോണൊക്കെ മാറും ഭാഗ്യലക്ഷ്മി. അപ്പം എൻ്റെ നിലവാരത്തിന് ഭാഗ്യലക്ഷ്മി അളക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, ഭാഗ്യലക്ഷ്മിക്ക് ഒരു കേസില്ലേ? ഒരു പുരുഷനെ വീട്ടിൽ ചെന്ന് കയറി അടിച്ച് പപ്പടം പോലെ ആക്കിയിട്ടുള്ള ഒരു കേസുണ്ടല്ലോ. അപ്പം അത് ഞാൻ ഇപ്പം പറഞ്ഞാലോ ഭാഗ്യലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുവോ? ആണോ? അപ്പൊ അങ്ങനെ എല്ലാവർക്കും പല പ്രശ്നങ്ങളും കടന്നു പോകണോ നമ്മുടെ ജീവിതം ഒരു കുടുംബത്തില്? അല്ല, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ എന്നെ പറയുമ്പോ ഞാൻ ചൂടാവും. അതിന് എന്നെ നിങ്ങൾ വിലയിരുത്തണ്ട കേട്ടല്ലോ. എന്നെ വിലയിരുത്താറ് ഭാഗ്യലക്ഷ്മി ആയിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ മേഖലയിൽ നിങ്ങളായിക്കോളൂ. എന്നെ ധന്യ എന്ന് പറഞ്ഞ ആ കുട്ടി അനാവശ്യമായിട്ട് എന്റെ കുടുംബത്തെ കയറി, ഞാൻ പറയട്ടെ, ഇയാള് സംസാരിക്കുമ്പോ ഞാൻ മിണ്ടിയില്ല. ധന്യ അനാവശ്യമായിട്ട് എന്റെ കുടുംബത്തെ കയറി കളിക്കരുത് കേട്ടോ. എന്റെ കുടുംബത്തിൽ കയറി കളിക്കാനൊന്നും ധന്യക്ക് അധികാരമില്ല കേട്ടോ. കുടുംബം അല്ല സത്യഭാമ ടീച്ചർ, അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ സത്യഭാമ ടീച്ചർക്ക് ആ പറഞ്ഞതിലൊരു അപാകതയുണ്ടെന്ന് ഞാൻ ഈ രാജ്യത്തെ ഒരു മനുഷ്യനെയും വംശീയമായിട്ട് അധിക്ഷേപിക്കാനുള്ള അവകാശം നിങ്ങൾക്കുമില്ല. ഈ രാജ്യത്തെ ഒരു മനുഷ്യനെയും വംശീയമായിട്ട് അധിക്ഷേപിക്കാനുള്ള അവകാശം നിങ്ങൾക്കുമില്ല. അത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെ മറുപടി തരും. ഇയാൾ കേൾക്കണ്ട. ശരി, അല്ല സത്യഭാമ ടീച്ചർ, ഞാൻ എന്റെ ചോദ്യത്തിലേക്കും തിരിച്ചു വരുന്നു. സത്യഭാമ ടീച്ചർ, ഞാൻ ആ ചോദ്യവുമായി തിരിച്ചു വരുന്നു. അതായത് ടീച്ചർക്ക് ഈ പറഞ്ഞതിൽ ചില പെശകുകൾ പറ്റിയിട്ടുണ്ടെന്ന് സത്യഭാമ ടീച്ചർക്ക് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല.
അല്ലല്ലല്ല ഗോപികൃഷ്ണൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. എന്നിട്ട് മാൻസിയോ എന്തെന്നാ മറ്റേ കുട്ടിയുടെ പേര്, കലാമണ്ഡലത്തിന് എന്നെ പുറത്താക്കിയിട്ടുള്ള ലെറ്റർ ഞാൻ നിങ്ങളുടെ 24 ചാനലിലേക്ക് ഞങ്ങൾ അയച്ചു തരട്ടെ. മനസ്സിയ ഞാൻ അയച്ചു തരട്ടെ. ഇയാൾ എന്നെ പറഞ്ഞു കലാമണ്ഡലത്തിൽ നിന്ന് രാമകൃഷ്ണന്റെ കേസിൽ സത്യഭാമ ടീച്ചറെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് എന്നെ കലാമണ്ഡലത്തിന് പുറത്താക്കിയെന്ന് പറഞ്ഞു. മാനസികയ്ക്ക് ഞാൻ ആ കോപ്പി അങ്ങ് അയച്ചു തരട്ടെ. എനിക്ക് കലാമണ്ഡലത്തിൽ തന്ന ഗവൺമെന്റിന് പുളിക്കും. ഞാൻ സത്യഭാമ ടീച്ചറിനെയും പത്മനാഭാശാനെയും പറഞ്ഞിട്ടാണ് എന്നെ കലാമണ്ഡലത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് നിങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഞാൻ ലെറ്റർ കണ്ട് 24 ചാനലിലേക്ക് കൊണ്ട് കൊടുക്കാം. എനിക്ക് ഗവൺമെന്റ് തന്ന ലെറ്റർ. ഒരു പാർട്ടി കയറുമ്പോൾ 5 കൊല്ലം ഒരു ബോർഡിൽ ഒരു വ്യക്തിനെ അവരെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണോ എത്രയോ പേരെ ഈ പാർട്ടി മാറ്റിയിട്ടുണ്ട് 2 കൊല്ലം കഴിയുമ്പോൾ. അതൊക്കെ അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് 5 കൊല്ലം ഇരിക്കണമെന്ന് നിയമമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ മാറ്റിയിട്ടുള്ളത്. ഞാൻ ഒരു വ്യക്തിയോട് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് വിട്ടിട്ട് എന്നെ കലാമണ്ഡലത്തിൽ നിന്ന് വിട്ടത് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ എനിക്ക് ലെറ്റർ തന്നെ. മാൻസിയെ ഇയാൾക്ക് അത് വല്ലതും അറിയാവോ? ഞാൻ ഇയാൾക്ക് തരാം ലെറ്ററിന്റെ കോപ്പി, ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. എനിക്ക് ഗവൺമെന്റ് തന്നത്. ഒരിക്കലും ഗവൺമെന്റിന് എനിക്ക് എന്നെ ആ കാരണത്താൽ എന്നെ വിടണമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കേസിന് പോവില്ല. അപ്പോൾ എനിക്ക് കേസിന് പോകാൻ ഗവൺമെന്റിന്റെ എതിരെ കേസിന് പോകാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അതൊന്നുമല്ല അവർ വെച്ചേക്കണം അതിനകത്ത്. ഞങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങളെ 2 കൊല്ലം കഴിഞ്ഞു നിങ്ങളെ സീറ്റിൽ നിന്ന് മാറ്റി വേറൊരാളെ വെക്കുന്നു. അങ്ങനെ എത്രയോ മന്ത്രിമാർ തന്നെ പ്രശ്നം ഉണ്ടായിട്ട് രാജിവെച്ച് പോകുന്നില്ലേ? എന്നിട്ട് അവരെല്ലാം തീർന്നിട്ട് പിന്നെ വന്ന് കയറുന്നില്ലേ? അതുപോലെ ഒരാളായിട്ട് ഞാൻ എന്നെ കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ധന്യ പോലുള്ളവർക്ക് എന്ത് അനാവശ്യം പറയാം. എനിക്ക് രാജലക്ഷ്മിയോട് ചോദിക്കാനുള്ളതാണ്. അതായത് അങ്ങനെ എൻ്റെ കുടുംബത്തിൽ കയറി എൻ്റെ മരുമകളുടെ കാര്യം എൻ്റെ മോൻ്റെ കാര്യം പറയാൻ അതിനാണ് ആ ചാനൽ ചർച്ച. അതല്ലല്ലോ ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ അവരുടെ സ്റ്റാൻഡേർഡ് മനസ്സിലായി. ആ സ്റ്റാൻഡേർഡ് മനസ്സിലാവണമല്ലോ. നമ്മള് ഭാഗ്യലക്ഷ്മി ആയാലും ഏതായാലും അതില് സത്യഭാമ ടീച്ചർക്ക് പറയാനുള്ള പറഞ്ഞല്ലോ. ഞാൻ ഒരു മിനിറ്റ് സത്യഭാമ ടീച്ചർ, ഞാൻ ചോദിക്കുന്നത് ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങൾ ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങളെ ടീച്ചർക്ക് തിരുത്താൻ. എന്ത് ടീച്ചറെ? കുട്ടികളെ വർണ്ണവിവേചനം നടത്തുന്ന ആളാണോ ടീച്ചർ? അവരെയാണോ ടീച്ചർ എന്ന് വിളിക്കണ്ടേ? അവരെങ്ങനെ ഒരു ഗുരുനാഥയാകും? അവരെങ്ങനെ ഗോപി ഒരു ഗുരുനാഥയാകും? നിന്റെ ഇയാളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട കേട്ടാ. കലയായിട്ട് വല്ലതൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ. ഇയാളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട തൽക്കാലം. എനിക്ക് നിങ്ങൾക്ക് ഇയാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഇയാളുടെ അല്ല അതന്നെ പറഞ്ഞത്. എന്നെ ടീച്ചറിന് വിളിക്കാനായിട്ട് ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഇഷ്ടം പോലെ ടീച്ചറൊന്നും വിളി കേൾക്കണ ഒരാളാണ്. ഒരാളും വിളിക്കരുത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ചർച്ചയെ അതിന്റെ ഒരു വൈകാരികതയിലേക്ക് കൊണ്ടുപോയാൽ നമ്മൾ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ഗോപി അവരോട് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കൂ. ഗോപി, വെളുത്ത ആളുകൾക്ക് കലാപ്രാവീണ്യം കൂടുന്നതാണ് ആ സ്ത്രീ പറഞ്ഞത്. അല്ല അത് തന്നെയാണല്ലോ അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. അത് തന്നെയാണല്ലോ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ സത്യഭാമ ടീച്ചർക്ക് തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ സത്യഭാമ ടീച്ചർക്കുള്ള ഒരു സമയമാണിത്. ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ഗോപികൃഷ്ണനെ എങ്ങനെ അറിയാം? അല്ല ഞാൻ ചോദിക്കാണ്, ടീച്ചർക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു ചാനലിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തി ഹത്യ ചെയ്തിട്ടുണ്ടോ? ടീച്ചർക്ക് അത് മനസ്സിലാകുന്നില്ല എന്നാണ്. ടീച്ചർ വ്യക്തി ഹത്യ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല, ടീച്ചർ പറയുന്നു കറുപ്പ് എന്ന നിറത്തെയാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. സത്യഭാമ ടീച്ചർ കറുപ്പ് എന്നത് ഒരു അസ്പൃശ്യതയുടെ നിറമാണ് എന്ന തരത്തിലാണ് ടീച്ചർ അവതരിപ്പിക്കുന്നത്. കറുത്തവർ, കാക്കക്കറുപ്പ് എന്നെല്ലാമുള്ള പ്രയോഗം ഈ സമൂഹത്തിന്, ഈ പരിഷ്കൃത സമൂഹത്തിന് നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്ന അല്ല ഞാൻ പറഞ്ഞ സത്യഭാമ ടീച്ചർക്ക് തിരുത്താൻ ഉള്ള സമയമാണ് ഇതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്നും ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നവരാ. ഞങ്ങളെ വിളിച്ചു വരുത്തി ചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരാത്ത എന്താ? ഗോപികൃഷ്ണൻ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കും. അതായത് ഞാൻ കറുപ്പ് നിറന്ന് പറഞ്ഞിട്ടുണ്ട്. മോഹിനിയാട്ടത്തിന് പെൺകുട്ടികളെയോ ആൺകുട്ടികളെ, ചെറിയ ആൺകുട്ടികളെയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു. ഒരു പ്രായമായി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സൗന്ദര്യ മാനദണ്ഡമാണ് എന്നിൽ അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. അതിനകത്ത് എനിക്ക് മാപ്പ് പറയാനായിട്ട് ഞാൻ ഒരു വ്യക്തികളെയോ ഒരു ജാതി മതം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്തോന്നാ ഞാൻ പിന്നെ എന്തിനാ തിരുത്തുന്ന? എന്തിനാണ് ഏത് ഗ്രന്ഥത്തിലാണ് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല കാര്യം പറഞ്ഞിരിക്കുന്നത്?
മാത്രമല്ല സത്യഭാമ ടീച്ചർ നേരത്തെ മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ നാട്യശാസ്ത്രം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ തന്നെ ഭയപ്പെട്ടു ഈ ചർച്ച നടത്താൻ. എന്നോടും ചിലപ്പോൾ ചോദിക്കും നാട്യശാസ്ത്രം വായിച്ചിട്ടുണ്ടോ എന്ന്. ടീച്ചറോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുണ്ട്. സത്യഭാമ ടീച്ചർ, എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ട് ഉള്ള ആളാണെന്നാണ്. നാട്യശാസ്ത്രം ഞാൻ വായിച്ചിട്ടില്ല, ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്വമുള്ള ഒരു പൗരനായിട്ടാണ് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്, ഈ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത്. സത്യഭാമ ടീച്ചറോട് വിനീതമായി എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, നാട്യശാസ്ത്രമല്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി. അവരത് കേട്ടിട്ടേ ഇല്ല. ടീച്ചർ കുറച്ചു മുമ്പ് ഭയങ്കര വലിയ വാചകാടിയിൽ ചോദിച്ചു ഭാഗ്യലക്ഷ്മി പറഞ്ഞോളൂ ശ്രീമതി ഭാഗ്യലക്ഷ്മി. അത് ശരിയല്ലേ? ധന്യ പറഞ്ഞപ്പോ ഭാഗ്യലക്ഷ്മിക്ക് അതിന് മറുപടി ഇല്ലായിരുന്നല്ലോ. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള കേസല്ലേ? പറഞ്ഞോളൂ ഭാഗ്യലക്ഷ്മി. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞോളൂ. പത്രത്തിലും ചാനലിലും ഫോണിലും യൂട്യൂബിലൊക്കെ കണ്ടതല്ലേ? അപ്പൊ എന്നെ തേജോവധം ചെയ്യുമ്പോ ഞാൻ തിരിച്ചു ചെയ്യും, അത്രേ ഉള്ളൂ. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞോളൂ. കഴിഞ്ഞെങ്കിലും ഒന്ന് സംസാരിക്കാമായിരുന്നു. കഴിഞ്ഞോ? അല്ല കഴിയണമെങ്കിൽ അതിന് അതാ പറഞ്ഞത്. എന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ ഇഷ്ടമല്ലാത്ത ഡയലോഗ് കേട്ടാ തിരിച്ചു ഞാൻ പറയും. അതാണ് അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ മൊത്തം അങ്ങോട്ട് കണ്ടോണ്ടിരുന്നിട്ട് പോകാനെന്താ? ഞാൻ മദർ തെരേസ ഒന്നുമല്ല. ടീച്ചറെ എന്ന വാക്ക് മാത്രമേ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ടീച്ചറോട് ഞാൻ ചോദിക്കട്ടെ, ധന്യ എന്ന് പറയുന്ന കുട്ടിയെ എനിക്ക് വർഷങ്ങളായിട്ട് വിളിച്ചുള്ളൂ. എന്റെ ദൈവമേ, ഇത് എന്തൊരു സാധനമാണ്. നിങ്ങൾ ഒന്നിച്ചു നിന്ന് സംസാരിക്കുന്ന എനിക്കെതിരാണ് കാര്യം. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഞാനും കേൾക്കുന്നുണ്ട്, പ്രേക്ഷകരും കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ 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 ശ്രീമതി ഭാഗ്യലക്ഷ്മി. എനിക്കൊരു പേരുണ്ട് ഭാഗ്യലക്ഷ്മി. അലക്കാൻ എനിക്ക് പറ്റില്ല. വേണ്ട, സാധാരണ പോലെ പറഞ്ഞോളൂ, കേൾക്കാം. കുറച്ചുകൂടെ സംസ്കാരമുണ്ട് ഭാഗ്യലക്ഷ്മിയുടെ പല ചാനലുകളിലെ ചർച്ച ഞാൻ കണ്ടിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്റെ കൾച്ചർ ഇയാള് എന്നെ അളക്കണ്ട. ഇയാളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ധന്യ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ചേച്ചി നമ്മൾ എത്ര വർഷത്തെ അടുപ്പവും പരിചയമുള്ളവരാണ്. അതെ, ധന്യയോട് ഞാൻ ചോദിക്കുകയാണ്, ധന്യ ഈ ചർച്ചയുടെ ഇടയിൽ അവരുടെ കുടുംബത്തിലെ ഒരു വിഷയം എടുത്തിട്ടു. അത് തെറ്റായിരുന്നു ധന്യ, നീ അവരോട് മാപ്പ് പറയണം എന്ന് ഞാൻ പറഞ്ഞാൽ ധന്യ മാപ്പ് പറയില്ലേ? ചേച്ചി, അതൊരു സാമൂഹ്യ വിഷയമാണ് ചേച്ചി. ഈ ഗാർഹിക പീഡനം എന്ന് പറയുന്നൊരു സാമൂഹ്യ വിഷയമാണ്. അവരെ ഒരു ക്രിമിനൽ കേസ് കുറ്റകൃത്യം ചെയ്തിട്ട് അവരുടെ പേരിൽ FIR ഉണ്ട്. അവർ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ ബേസിക് സ്വഭാവം, ഒരു ക്രിമിനൽ സ്വഭാവം അവർക്കുണ്ട്. സ്വന്തം വീട്ടിലുള്ളവരെ തന്നെ ഉപദ്രവിക്കുന്നവർ പിന്നെ നാട്ടില് വളരെ പെട്ടെന്ന് പോകണ്ടാണ്, ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞോളൂ. ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് അത് തന്നെ പറയാനുള്ളത്. അതായത് ഞാൻ ഒരു വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചതിനെയാണ് ടീച്ചർ പറഞ്ഞത്. ഞാനിവിടെ മലയാള ഭാഷാ നിഘണ്ടുവിനെ ഇങ്ങനെ അഘോരം സംസാരിച്ച ഒരു വ്യക്തിയെ അല്ല ഞാൻ അധിക്ഷേപിച്ചത്. മനസ്സിലായോ? ഒരു കലാകാരനെ അല്ല ഞാൻ അധിക്ഷേപിച്ചത്. ഞാൻ സമൂഹത്തിന് വളരെ മോശമായ ഒരു ഭാഷ കൊടുത്തവനെയാണ് ഞാൻ അധിക്ഷേപിച്ചത്. അതിൽ ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ താങ്കൾ ചെയ്തത് ഒരു സമൂഹത്തെയാണ്. താങ്കൾ അപമാനിച്ചത് ഒരു പ്രത്യേക നിറത്തിലുള്ള ഒരു വലിയൊരു സമൂഹത്തെയാണ്, കലാകാരന്മാരെയാണ്. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കറുത്ത നിറമുള്ള കുട്ടികൾ പിന്നെ നൃത്തം അഭ്യസിക്കരുത്, അല്ലെങ്കിൽ അവർ മത്സരിക്കരുത്. എന്തെല്ലാം തെറ്റായ സന്ദേശമാണ് താങ്കൾ കൊടുത്തത്. ഇതെല്ലാത്തിനും പോരാതെ ശരി, താങ്കൾ പറഞ്ഞ മാതിരി ധന്യരാമൻ അങ്ങനെ ഒരു പിന്നെ ഇത് പരാമർശം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. താങ്കൾ ഒരു കലാമണ്ഡലം എന്ന ഒരു പേര് വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ? എനിക്കറിയാം, കലാമണ്ഡലത്തിലെ ഒരുപാട് അധ്യാപികമാരെ എനിക്കറിയാം. ഒരാള് പോലും ഉറക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ താങ്കൾ എന്താണ് വൈകുന്നേരം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോ പരമപുച്ഛം. താങ്കളുടെ ഭാഷയും താങ്കളുടെ ശരീരഭാഷ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ സ്റ്റേജിൽ കളിക്കുമ്പോ അവരുടെ അംഗവടിവ്, അവരുടെ ശരീരഭാഷ, അതൊക്കെ താങ്കളുടെ സംസാര ഭാഷ ശരിയല്ല. താങ്കൾ ഭയങ്കര സുന്ദരിയായിരിക്കാം, താങ്കൾ വളരെ പിന്നെ എന്താ പറയാ കഴിവുള്ള ഒരു നർത്തകി എല്ലാം ആയിരിക്കാം. പക്ഷെ താങ്കളുടെ സംസാരത്തിൽ
യാതൊരു സംസ്കാരവും ഇന്ന് വൈകുന്നേരം മുതൽ കണ്ട ഒരു വീഡിയോയിലും ഈ നിമിഷം ഇരിക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഞാൻ താങ്കൾ പറഞ്ഞല്ലോ, ഞാൻ ഒരാളെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞല്ലോ, ആ ആൾ ചെയ്തത് ശരിയാണ് എന്ന് ഈ സമൂഹം ഒന്നടങ്കം എന്റെ മുൻപിൽ വന്ന് പറഞ്ഞാൽ ഞാൻ അയാളോട് മാപ്പ് പറയും. പക്ഷേ സമൂഹം ഒന്നടങ്കം എന്നെ അംഗീകരിച്ചുകൊണ്ടാണ് സമൂഹം ഒന്നടങ്കം എന്നോട് സംസാരിച്ചത്. അതിൽ ചിലപ്പോ 2-3 പേർ ചിലപ്പോൾ മാറി സംസാരിക്കുമായിരിക്കാം, നിങ്ങളെയും 2-3 പേർ അനുകൂലിച്ച് സംസാരിക്കുമായിരിക്കാം. ഇന്നിപ്പോ ഇവിടെ തന്നെ നോക്കൂ, 4 പേരാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു അണുവിട പോലും നിങ്ങൾ പറഞ്ഞ ആ വാക്കുകളിലോ നിങ്ങളുടെ പ്രവൃത്തികളിലോ നിങ്ങൾക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഒരു നല്ല അധ്യാപികയുമല്ല, നിങ്ങൾ ആ കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന് ഒരു അപമാനവുമാണ്. എനിക്ക് ഇത്രയും പറയാം. ധന്യരാമൻ, വളരെ പെട്ടെന്ന് ധന്യരാമൻ, സമയം തീരുകയാണ്. ഞാൻ വരാം ടീച്ചർ. അതെ, ധന്യ. കല വെളുത്ത ആളുകൾ മാത്രം കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു യുക്തി ആണ് അവർ ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ ഈ വെളുത്ത ആൾക്കാർക്ക് എന്ത് അഡീഷണൽ പ്രാവീണ്യമാണ് ഉള്ളത്, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള വാക്കുകൾ പടച്ചു വിടുന്നതെന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, വരും തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവർ ചെയ്തത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. കാക്കയുടെ നിറം ആരെങ്കിലും പറയോ? ഈ സമൂഹത്തിൽ, ഈ രാജ്യത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യന് വർണ്ണവിവേചനത്തോടെ, വർണ്ണവെറിയോടെ, ആ ഉള്ളിലെ ആ വംശീയതയോടെ അവർ പറയാണ് കാക്കയുടെ നിറം. എന്നെയോ നിങ്ങളെയോ ഗോപികൃഷ്ണനെയോ ആരെയും ഒരാളെയും അങ്ങനെ പറയാൻ പാടില്ല. ഇവരെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇപ്പം അട്രോസിറ്റി ആവുമെന്ന് കണ്ടപ്പം അവർ പറയാണ് ഇപ്പം രാമകൃഷ്ണനെ അല്ല പറഞ്ഞതെന്ന്. രാമകൃഷ്ണനെയാണ് പറഞ്ഞത് എന്നും അത് അട്രോസിറ്റി ആവുന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ആ നിയമ നടപടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഉറപ്പായിട്ടും RLV രാമകൃഷ്ണൻ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും. സത്യഭാമ ടീച്ചർ, അങ്ങനെ നിയമ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നാലും ടീച്ചർ ഇതൊക്കെ നേരിടാം എന്ന് തന്നെയാണ് അല്ലെ ഈ നിലപാട്? ടീച്ചർ അത് തിരുത്താനോ മാറ്റാനോ തയ്യാറല്ല? പറയട്ടെ, അതായത് ഗോപി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇവരോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഗോപി. അതായത് ഭാഗ്യലക്ഷ്മി പറഞ്ഞു, ഗോപികൃഷ്ണൻ എന്റെ സമയം എന്ന് പറഞ്ഞാണ്. അതെ സത്യഭാമ ടീച്ചർ പറയൂ. അതായത് ഭാഗ്യലക്ഷ്മി പറഞ്ഞു, ഞാൻ ചാനലുകാരുടെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഭാഗ്യലക്ഷ്മി ആ സീനൊന്ന് കാണണം. എൻ്റെ തള്ളയ്ക്ക് വരെ വിളിച്ചവരുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലുകാരെ മൈക്കുകളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ വലിയ മൈക്കുകളുടെ മുമ്പിൽ വരേണ്ട പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊന്നും അല്ല. അപ്പൊ മൈക്കുകാരൊക്കെ അവരെല്ലാം കേക്കൂ ഞാൻ പറയട്ടെ. ഇയാൾ പറയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ പറയണ ഡയലോഗുകളൊക്കെ ഭയങ്കര ചേഞ്ച്. ഭാഗ്യലക്ഷ്മിയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുവോ? ഇല്ല, മറുപടി പറയും. അതിന് എൻ്റെ അങ്ങനെ നിങ്ങൾ അളക്കണമെന്ന് തോന്നാ? എന്തിനാ അളക്കുന്നത്? എന്തിനാ? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും. ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കും സത്യഭാമ. അതിന് എന്നെ നിങ്ങൾ എൻ്റെ ഈ എന്താ പറയാ, എൻ്റെ യോഗ്യതയും എൻ്റെ കൾച്ചർ അതൊന്നും നിങ്ങൾ രണ്ടുപേരും പറയണ്ട. അതേപോലെ തന്നെ പറയേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയും. അതിനനുസരിച്ച് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോ, നിങ്ങളുടെ തള്ളയുണ്ടോ, നിങ്ങൾക്ക് തള്ളയ്ക്ക് സൗന്ദര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചാനലുകാർക്ക് അങ്ങനെയൊക്കെ ചോദിക്കാവോ? അപ്പൊ അതിന് ഭാഗ്യലക്ഷ്മി ആണെങ്കിൽ അതിന് മറുപടി പറയോ? ധന്യാണെങ്കിൽ മറുപടി പറയോ? പിന്നെ അവര് നിയമപരിപാടിക്ക് ഗോപികൃഷ്ണ പോവാണെങ്കിൽ പോട്ടെ, ഞാൻ അതിന്റെ പുറകെ പൊക്കോളാം. സുപ്രീം അല്ല ആയിക്കോട്ടെ, നിങ്ങൾ എന്റെ സംസ്കാരം ഒന്ന് നോക്കണം. നിങ്ങളൊക്കെ അങ്ങ് സംസ്കാരവതികളായിട്ട് അങ്ങ് ജീവിക്കുക കേട്ടാ. ഓക്കെ ഗോപി, ഒറ്റ കാര്യം കൂടെ പറയാനുണ്ട് ഇവരുടെ അടുത്ത്. ആഫ്രിക്കയിലൊക്കെ അവരുടെ കല, രാഷ്ട്രീയം, സമ്പദ് വ്യവസ്ഥ, ആഫ്രിക്കയിലൊക്കെ അവിടുത്തെ മനുഷ്യര് അവരുടെ കല, രാഷ്ട്രീയം, സംസ്കാരം, അവരുടെ സമ്പദ്ഘടനയൊക്കെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഇവിടുത്തെ വെളുത്ത സത്യഭാമമാരെ ആഫ്രിക്കയിൽ കൊണ്ടുപോയി ഇറക്കിയിട്ടല്ല, അവിടെയുള്ള മനുഷ്യർ തന്നെയാണെന്നൊന്നും കൂടി അവരോട് അതൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇതുപോലെ ഞങ്ങൾക്ക് ആ വാക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളുകയാണ്. കാക്കയെ പോലെ കറുത്ത ഞങ്ങളുടെ അടുത്ത തലമുറയെ എത്ര ഞങ്ങൾ പ്രതിരോധിക്കാൻ പഠിപ്പിക്കണം? ഞങ്ങൾക്ക് ഭയമുണ്ട്. ഞങ്ങൾക്ക് ഇത്തരം സ്ത്രീകൾ ഇവിടെ വന്നിരുന്ന സമൂഹത്തോട് വീഡിയോ വഴി അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമാണെങ്കിൽ അവരെന്തുകൊണ്ട് അത് അവരുടെ വീടിനകത്ത് അവർ പാലിച്ചില്ല? എന്തിനത് സമൂഹത്തോട് ഒരു വീഡിയോയിലൂടെ വിളിച്ചു പറയണം? ഇത്രയും അധിക്ഷേപം എന്തിനവർ ഈ വീഡിയോയിലൂടെ വിളിച്ചു പറയണം? അത് പൊതുസമൂഹത്തെ അറിയിക്കാൻ തന്നെയാണ്. അവർക്ക് എത്ര സമൂഹത്തിൽ നിന്ന് ഇതുപോലെ വർണ്ണവെറിയുള്ള എത്ര പേരുടെ പിന്തുണ അവർക്ക് കിട്ടും എന്ന് അവർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതിന്റെ ഒരു സർവേ എടുപ്പാണ് അവർ ഇത്തരത്തിലൊരു വീഡിയോ ഇറക്കിയത്. എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം സുപ്രീം കോടതി പോയി ഒന്നും എനിക്ക് വേണ്ട, തീട്ടൂരം വേണ്ട. എന്റെ അഭിപ്രായം ഞാൻ പറയും. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കും.
എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ ടീച്ചർ ഞാൻ പറയും മൻസിയ ഈ ഇത്തരം അധിക്ഷേപങ്ങൾക്കെതിരെ കലാരംഗത്ത് ഒരു കൂട്ടായ പ്രതിഷേധം ഒരു പ്രതിരോധം ഉയർന്നു വരേണ്ടതല്ലേ മൻസിയ? നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഈ അത്തരം നീക്കങ്ങൾക്ക് മുന്നിൽ നിൽക്കുമോ? തീർച്ചയായിട്ടും ഇത്തരം വിവേചനങ്ങൾക്ക് എതിരെ അതുപോലെ അനീതിക്കെതിരെ കലാമേഖലയിൽ പ്രത്യേകിച്ച് ക്ലാസിക്കൽ മേഖലയിലുള്ള എല്ലാ അനീതികൾക്കെതിരെയും ഒരു ഭയപ്പാടോടുകൂടി അല്ലാതെയും ഒരു അവസരം പോവോ എന്നുള്ള പേടിയില്ലാതെ മുന്നേറുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്ന് നമുക്കുണ്ട്, യുവതലമുറകൾ ഇന്നുണ്ട്. അതുകൊണ്ട് അത്തരം തലമുറയിലാണ് അല്ലെങ്കിൽ അത്തരം വ്യക്തികളിലാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും ഇത്തരം സത്യഭാമ ടീച്ചർമാർ ഇനി ഇത്തരം പ്രസ്താവനകൾ, അശ്ലീലമായിട്ടുള്ള പ്രസ്താവനകൾ ഉയർത്താതിരിക്കാനുള്ള എല്ലാവിധ പ്രതിരോധങ്ങളും കലാമേഖലയിൽ സൃഷ്ടിക്കുമെന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ്. അതുപോലെ ടീച്ചറോട് എനിക്കൊരു ക്വസ്റ്റ്യൻ, നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് പെൺകുട്ടികൾ അല്ലാതെ ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്നും വെളുത്ത കുട്ടികൾക്ക് മാത്രമേ നൃത്തം ചെയ്യാൻ നാട്യശാസ്ത്രത്തിൽ ഈ പെൺകുട്ടികളല്ലാതെ ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്നും അതിന്റെ സൗന്ദര്യമാണ് അതിന്റെ മാനദണ്ഡം എന്നൊക്കെ നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ടോ എന്നാണ് മൻസിയെ പോലുള്ള കലാകാരിമാർ ചോദിക്കുന്നത്. എന്നോടാണോ? അതെ അതെ അതെ. എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യൻ കേട്ടില്ല. അല്ല, ഈ നാട്യശാസ്ത്രത്തിൽ ഈ പുരുഷന്മാർ ഈ മോഹിനിയാട്ടം കളിക്കരുതെന്നും അല്ലെങ്കിൽ അതിന് സൗന്ദര്യമാണ് മാനദണ്ഡം എന്നൊക്കെ പറയുന്നുണ്ടോ എന്നാണ് മൻസിയെ ചോദിച്ചത്. അവരൊന്നും അന്നത്തെ കാലത്ത് മോഹിനിയാട്ടമൊന്നും ഇല്ല ഗോപികൃഷ്ണ. വെറുതെ അവർ നട്ടുവാങ്കം കയ്യിൽ വെച്ചിട്ട് ഒരാൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ നടന്ന് നട്ടുവാങ്കം ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതുന്നത് ആരാ? ഇപ്പോഴത്തെ തലമുറ പലരും ഞങ്ങളൊക്കെ പഠിക്കാൻ ചെന്ന കാലത്ത് എഴുതി വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മളിതൊന്നും കണ്ടിട്ടില്ല. ചിലർ പറയുന്നത് മോഹിനിയാട്ടമൊക്കെ പണ്ട് ആണുങ്ങളാണ് കളിച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ആണുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ കാലത്ത് നിന്ന് സ്വാതിരുന്നാളൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അതിന് ശേഷമല്ലേ സ്വാതിരുന്നാൾ എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ രേമൻ തമ്പി എഴുതിയിട്ടുള്ള ഓരോ പല പാട്ടുകളെടുത്ത് അന്നത്തെ കാലത്ത് കളിച്ചവരുണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. അല്ല, ഇതേപോലത്തെ സത്യഭാമമാർ ഇനി ഉണ്ടാവരുത്, അങ്ങനെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാവരുതെന്ന് പറയാനായിട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങൾ പറയൂലേ കലാകാരന്മാർ? അതെന്താ പറയാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? നമ്മളൊരു വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, ഒരു ജാതി മതം പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് ഇവർക്കൊക്കെ ഇത്ര പ്രശ്നം? ഇവര് പറയണ രാമകൃഷ്ണനെയാണ് പറഞ്ഞതെന്ന് ധന്യ പറയുമ്പോ നിങ്ങൾ അതങ്ങ് ഉറപ്പിച്ചു പോയി കേസ് കൊടുക്കൂ. ധന്യെ കേസ് കൊടുക്കൂ. പിന്നെ കേസ് കൊടുക്കാതെ വേഷത്തിനൊക്കെ നമ്മൾ വെറുതെ ജീവിക്കണ്ടേ? അതെ, ഈ കോടതികളുള്ളത് കേസുകൾക്ക് വേണ്ടിയാണ്. കോടതികൾ അവിടെ കൊടുക്കുമ്പോ ഞാനും എന്താ മിണ്ടാതിരിക്കോ? അതന്നെ കൊണ്ട് കൊടുക്ക്. കോടതിക്ക് എന്താ വേണ്ട? തെളിവാണ് കോടതിക്ക് വേണ്ട. ആ തെളിവും കൊണ്ട് നിങ്ങൾ അത് തന്നെ നടപടി സ്വീകരിക്കട്ടെ. അതായിക്കോട്ടെ, കോടതി നടപടി സ്വീകരിക്കും. ആയിക്കോട്ടെ, നിങ്ങൾ തീരുമാനിക്കണല്ലേ. ഞാൻ രാമകൃഷ്ണനെയാണ് പറഞ്ഞത്, ധന്യ അങ്ങ് തീരുമാനിക്കുന്നതല്ലേ. സത്യഭാമ ടീച്ചർ രാമകൃഷ്ണനെ ആണെങ്കിലും രാധാകൃഷ്ണനെ ആണെങ്കിലും ആരെയാണെങ്കിലും ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ അധിക്ഷേപം ചൊരിയുന്ന തരത്തിൽ വിവേചന സ്വഭാവത്തോടുകൂടി സംസാരിക്കുന്നത്, അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതിനെ സമൂഹ മധ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, സമൂഹത്തിന്റെ അന്തസ്സിന് യോജിക്കാത്തതാണ്, പരിഷ്കൃത സമൂഹത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് യോജിക്കാത്തതാണ്. തിരുത്താനുള്ള സമയം താങ്കളിൽ അവശേഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ സമൂഹം അത് തിരുത്തുകയും ചെയ്യും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം